السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل، أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. صدق الله مولانا العظيم. صدق وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. لسلامة الدنيا خصال أربع، غفر لجهل القوم منعك تجهلا، وتكون من سيب الأناس عائسا، ولسيب نفسك للأناس باذلا. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. الصلاة والسلام عليك يا سيدي يا رسول الله، أنت عمدتي أغثني في شدتي وكربتي يا رسول الله. اللهم صل وسلم وبارك عليك، وصل على جميع الأنبياء والمرسلين وعلى ملائكة الله الكرام أجمعين. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ അഭിനന്ദരായ ശൈഖുന ഉസ്താദ് അവറുകൾ, മറ്റു ഉസ്താദുമാർ, സ്നേഹനിധികളായ മുഅ്മിനീങ്ങൾ, ഉമ്മപെങ്ങന്മാർ, വിദ്യാർത്ഥിനികൾ, കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഉറൂസ് അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അബദ്ധങ്ങൾ, അപാകതകൾ, ഏറെക്കുറവുകൾ അല്ലാഹു നമുക്ക് മാഫാക്കി തരുമാറാവട്ടെ. മഹാനായ മഷ്ഹൂർ വലിയുള്ളാഹിയുടെ കുരുത്തവും പൊരുത്തവും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട്
മാരകമായ വിപത്തുകളിൽ രോഗങ്ങളിൽ അകപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ മാസങ്ങളോളം കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മയും വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നമുക്കെല്ലാം ഏറ്റിത്തരട്ടെ. ആഖിബത്ത് നന്നായി ഈമാനോട് കൂടി മരണപ്പെട്ട് സ്വാലിഹീങ്ങളോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാരിൽ അള്ളാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ വലിയുല്ലാഹി അവരുടെ പേരിൽ നമുക്ക് അതിമനോഹരമായി ഉറൂസ് നടത്താൻ സാധിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. അതിനോടനുബന്ധിച്ച് ദിവസങ്ങളോളം വാദ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഇവിടെ 5 ദിവസത്തെ മതപ്രഭാഷണ വേദി നടക്കുന്നു. ധാരാളം ആലിമീങ്ങൾ സാദാത്തുക്കൾ വന്ന് ദുആ ചെയ്തു തരുന്നു. അതുപോലെ ഉപദേശങ്ങൾ വാളുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത് എന്നതിനെ സംബന്ധിച്ച് ശൈഖുനാ ഉസ്താദ് അവറുകൾ ചെറിയ നിമിഷം കൊണ്ട് വലിയ ഫലവത്തായ വാക്കുകൾ വിശദീകരിച്ചു. വലിയ വലിയ അനുഭവമുള്ള പഴയ ഉസ്താദുമാർ, ആലിമീങ്ങൾ, അവർ 5-10 മിനിറ്റ് വാള് പറയലും എന്നെ പോലത്തവൻ മണിക്കൂറുകളോളം നാക്കിട്ടടിക്കലും നോക്കിയാൽ വളരെ ഫലപ്രദമായ തേസീറുള്ള അസറുള്ള ഫലം ലഭിക്കുന്ന ഉപദേശങ്ങൾ ആ മഹാന്മാരായ ഉസ്താദുമാരുടെ നസീഹത്തുകളാണ്, ഉപദേശങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കി. വലിയ വലിയ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ, അതിന്റെ ഒരു വാക്ക് തന്നെ എടുത്താൽ നമ്മൾക്ക് മണിക്കൂറുകളോളം വാദ പറയാൻ അതിൽ ഉണ്ടാകും. ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇപ്പോൾ തന്നെ 10 മിനിറ്റ് കൊണ്ട് എത്രയെല്ലാം വളരെ ഫലപ്രദമായ വിഷയങ്ങളാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മുട്ടിന് വേദനയുണ്ടെന്നറിഞ്ഞു അല്ലാഹു തആല ആജിലായ ശിഫാ ഈ നാട്ടിൽ മറപ്പെട്ടു കിടക്കുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ തണൽ ദീർഘകാലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വലിയ വലിയ പ്രായമുള്ള ആലിമീങ്ങളൊക്കെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വഫാത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിനെ പോലത്തെ കുറച്ച് ആലിമീങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾക്ക് മാർഗദർശികളായി ഉള്ളത്. ഉലമാഇന്റെ വഫാത്ത് മൗത്തുൽ ആലിമി സുൽമത്തുൻ ലാ തുസദ്ദു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഉലമാഇന്റെ വഫാത്ത്, മരണം, സുൽമത്തുൻ അത് വലിയ വിടവാണ്, ലാ തുസദ്ദു അതിനെ അടക്കാൻ കഴിയില്ല, ബന്ധാക്കാൻ കഴിയാത്ത മാളമാണ്, ഓട്ടയാണ് എന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾക്കൊക്കെ ദീർഘായുസിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മുടെ ദുആകളിൽ അവരെ ഉൾപ്പെടുത്തി ദുആ ചെയ്യാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് അൽ ബുഖാരി തങ്ങളവറുകൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിൽ വന്നെത്തും. കൂറത്ത് ഇന്ന് മാസിക സലാത്തായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങളത് കഴിഞ്ഞ ഉടനെ വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം തങ്ങളവറുകളുടെ നസീഹത്തും ദുആകളൊക്കെ ഉണ്ട്. അത് കഴിയാതെ നമ്മളാരും പോവുകയില്ലല്ലോ. നമുക്ക് കുറെ വർഷങ്ങൾക്കൊരു പ്രാവശ്യമാണ് ഇങ്ങനെയുള്ള മജ്ലിസുകളൊക്കെ ലഭിക്കാറുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതായാലും നമ്മളെല്ലാവരും നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മാസം റജബ് മാസം. ഈ റജബ് മാസം കഴിഞ്ഞാൽ പിന്നീട് ശഅബാനും റമളാനും നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്.
സഹോദരങ്ങളെ, എത്ര പെട്ടെന്നാണ്, എത്ര വേഗമാണ് റമദാനു ശരീഫ് നമ്മളിലേക്ക് തിരിച്ചു വന്നത് എന്ന് നമ്മൾ തന്നെ ഒരു വേള ആലോചിക്കുകയാണ്. കഴിഞ്ഞ റമദാനു ശരീഫിൽ നോമ്പ് തുറന്നതും അത്തായം കഴിച്ചതും തറാവീഹ് നിസ്കരിച്ചതും നമ്മളെ തൊട്ടടുത്ത് ആരൊക്കെയാണ് നിന്നത് നിസ്കാരത്തിൽ എന്നതുപോലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പ് വീണ്ടും ഒരു റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, റജബ് 27 രാത്രികളിൽ നമ്മൾ ചെയ്ത മൗലിദുകളും സൽക്കർമ്മങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് മറ്റൊരു റജബിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മൾക്ക് ഓതിത്തരുന്നത്, നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഖിയാമത്ത് നാൾ വളരെയേറെ അടുത്തിരിക്കുന്നു എന്നതാണ്. അതിന്റെ ലക്ഷണമാണ് സമയങ്ങളും ദിവസങ്ങളും വർഷങ്ങളും വളരെ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ, ജനങ്ങളെ ഖിയാമത്ത് നാൾ അടുക്കുകയില്ല. ഹത്താ യതഖാറബ അസ്സമാൻ, കാലങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നത് വരെ. ഒരു റമദാൻ കഴിഞ്ഞ് അതിന്റെ ഓർമ്മകളൊക്കെ മറയുന്നതിന് മുമ്പ് മറ്റൊരു റമദാൻ സമാഗതമാവുകയാണ്. ഒരു ജുമുഅ കഴിഞ്ഞ് ആ ജുമുഅയുടെ പ്രഭാഷണങ്ങളും നിസ്കാരങ്ങളും അന്ന് സംസാരിച്ച സംസാരങ്ങളും മറക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു റമദാൻ ജുമുഅ നമ്മൾക്ക് വരികയാണ്. ഇന്നലെ രാത്രി ഇതേ മജ്ലിസിൽ നമ്മൾ ഇരുന്നു. എത്ര പെട്ടെന്നാണ് ഇന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ മജ്ലിസിലേക്ക് നമ്മൾ എത്തിയത്. ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ ആകാൻ വലിയ സമയമൊന്നുമില്ല. ഈ രീതിയിൽ സമയങ്ങൾ, കാലങ്ങൾ വളരെ ധൃതിയിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ അസ്സമാൻ, സമയം വളരെ വളരെ അടുത്തടുത്ത് വരുന്ന കാലം വരെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. ഫതകൂനു സനതു കശഹർ, ആ കാലത്ത് ഒരു വർഷമാകുന്നത് ഒരു മാസം പോലെയായിരിക്കും. ഒരു മാസമാകാൻ എത്രയാണോ ദൈർഘ്യമുള്ളത്, ആ ദൈർഘ്യത്തിൽ തന്നെ ഒരു കൊല്ലമാകും. നമ്മൾക്കിപ്പോൾ ഒരു കൊല്ലാകുന്നത് ഒരു മാസമായതുപോലെയാണ്. എന്നിട്ട് പറഞ്ഞു വശഹ്റു കൽ ജുമുഅ, ഒരു മാസം തീരുന്നത് ഒരു ജുമുഅ പോലെ, ഒരാഴ്ച പോലെയാണ്. ഒരാഴ്ചന്റെ സ്പീഡിൽ ഒരു മാസം തീരുകയാണ്. വതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ചയാകാൻ കുറെ ദൂരമൊന്നുമില്ല, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഒരു ദിവസമാകുന്നത് പോലെ ഒരാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാണ് കഴിഞ്ഞു പോകുന്നത്. സഹോദരങ്ങളെ, വതകൂനു സ്സാഅതു കല്ലറമതി ബിന്നാർ, വതകൂനു സ്സാഅ, ഒരു മണിക്കൂറാകുന്നത് ഒരു നല്ല ഉണങ്ങിക്കിടക്കുന്ന സാധനം, മുളി പോലെയുള്ള പുല്ല് പോലെയുള്ള ഉണങ്ങിക്കിടക്കുന്ന സാധനം, ആ സാധനത്തിന് തീപ്പെട്ടി വരുതിക്കൊണ്ട് തീ കൊടുത്താൽ തീ പിടിക്കാൻ എത്ര സമയം വേണം? സഹോദരങ്ങളെ, ആ സ്പീഡിലാണ് ഒരു മണിക്കൂർ കഴിയുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തല്ലേ സഹോദരന്മാരെ നമ്മളുള്ളത്. അപ്പോൾ അങ്ങനെ കാലങ്ങൾ വർഷങ്ങൾ മാസങ്ങളായും, മാസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ ദിവസങ്ങളായും, ദിവസങ്ങൾ മണിക്കൂറുകളായും കഴിഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് കാര്യമുള്ളത്? സഹോദരങ്ങളെ, നമ്മൾക്ക് അവിടെയാണ് ഉത്തരവാദിത്തങ്ങളുള്ളത്, നമ്മൾക്ക് അവിടെയാണ് ജവാബ്ദാരിയുള്ളത്. സുഹൃത്തുക്കളെ, ആ ഒരു അവസ്ഥയെ നമ്മൾ ഒന്ന് അവലോകനം ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. ഇങ്ങനെ വളരെ സ്പീഡോട് കഴിയുന്ന നമ്മുടെ കാലങ്ങൾ, ആ കാലങ്ങളെ നമ്മൾ എന്തിലാണ് ചെലവഴിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഇവിടെ വന്നിരുന്ന മണിക്കൂറുകൾ, ഇവിടെ വന്നിരുന്ന സമയങ്ങൾ, അതാണ് നമ്മൾക്ക് നാളെ ഉപകാരപ്പെടാനുള്ളത്. സഹോദരങ്ങളെ, ഇരിക്കട്ടെ,
പരിശുദ്ധ റജബ് മാസമാണല്ലോ. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോയി നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. റജബ് എന്ന് പറയുന്നത് ചില്ലറ മാസമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് മാത്രം ബഹുമാനിക്കപ്പെട്ട മാസമല്ല റജബ്. റമളാനിന് ബഹുമാനം വന്നത് സഹോദരന്മാരെ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് റമളാനു ശരീഫിന് ബഹുമാനമെങ്കിൽ റജബിന്റെ ബഹുമാനം അങ്ങനെയല്ല. റജബിന്റെ ബഹുമാനം മില്ലതുൽ ആദമ അലൈഹിസ്സലാം, ആ മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് മുതൽക്ക് സഹോദരങ്ങളെ പരിശുദ്ധമായ റജബിന് ബഹുമാനമുണ്ട്. റജബിനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ നബിമാരും ഇല്ല. കാരണം റജബ് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജനിച്ചു വരാനുള്ള മാസങ്ങളുടെ തുടക്കമാണ്. അതുകൊണ്ട് ഫഇന്നഹു ആ റജബ് എന്ന് പറയുന്നത് ഈദുൽ അംബിയാ, അംബിയാക്കളുടെ പെരുന്നാൾ ദിവസമാണ് റജബ് എന്ന് പറയുന്നത്. കാരണം സഹോദരങ്ങളെ, റജബ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാനുള്ള ആരംഭം കുറിക്കുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിക്കുന്നതെങ്കിൽ അതിന്റെ തുടക്കം റജബ് മാസത്തിലാണ്. അതുകൊണ്ട് റജബിനും റമളാനിനും റബീഉൽ അവ്വലിനും വലിയ ബന്ധമുണ്ട്. മൂന്നും റാ കൊണ്ട് തുടങ്ങുന്ന മാസങ്ങളാണ്. അത് റഹ്മത്തുൽ ലിൽ ആലമീന്റെ മാസമാണ് സഹോദരന്മാരെ. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ശാരീരികമായി ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം റബീഉൽ അവ്വലാണെങ്കിൽ അതിന്റെ ആരംഭം പരിശുദ്ധമായ റജബ് മാസത്തിലാണല്ലോ. ലമ്മാ അറാദല്ലാഹു തആല ഇൽഹാറൻ നൂരിൽ മഖ്സൂനി വഇബ്റാസൽ ജൗഹരിൽ മക്നൂനി മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ് വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹരി റജബിൻ. ലമ്മാ അറാദല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തെ ഇൽഹാറൻ നൂരിൽ മഖ്സൂൻ, രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട പ്രകാശത്തെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ വൈബ്രാസൽ ജൗഹരിൽ മക്നൂൻ, ചിപ്പിക്കകത്തു സൂക്ഷിക്കപ്പെട്ട മുത്താകുന്ന മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വരാനുള്ള പ്രകാശം, ആ പ്രകാശത്തെ അല്ലാഹു തആല വെളിവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന, അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ അതെപ്പോഴാണ് അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്, ആമിന ബീവി റളിയല്ലാഹു അൻഹാ അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്, അറബികളിൽ വെച്ച് സംശുദ്ധയായ വനിതയാണ്, സംശുദ്ധിയുള്ളവരാണ്. ഒരു തെറ്റിലേക്കോ ഒരു കുറ്റങ്ങളിലേക്കോ ഒരു വേണ്ടായ്മയിലേക്കോ ചിന്തിക്കാത്ത മഹദിയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹാ. വദാലിക ഫീ ലൈലത്തിൽ ജുമുഅ, അതൊരു ജുമുഅയുടെ രാത്രിയായിരുന്നു, ഒരു വെള്ളിയാഴ്ച രാത്രിയാണ്. മിൻ ശഹരി റജബിൻ, റജബിൽ നിന്നുള്ള വെള്ളിയാഴ്ച രാത്രിയാണ്. ഓ സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാനുള്ള തുടക്കം കുറിക്കപ്പെടുന്നത് റജബ് മാസത്തിൽ നിന്നാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, രേഖപ്പെടുത്തുന്നു. ആ മാസമായതുകൊണ്ട് തന്നെ ഈ മാസത്തിന് വലിയ ബഹുമാനമാണ് കേട്ടോ. ഇത് പരിശുദ്ധ റമളാനു ശരീഫിനുള്ള കാൽവെപ്പാണ്, റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരു ആരംഭമാണ്.
അതിനുള്ള ഒരു മുന്നൊരുക്കമാണല്ലോ. സഹോദരങ്ങളെ, നമ്മളുടെ ഉറൂസിന് വേണ്ടി സുബ്ഹാനല്ലാഹ് ഇന്നലെ മിഞ്ഞാന്ന് മുതൽക്ക് നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഉറൂസിന് വേണ്ടി ഇന്നലെയും മിഞ്ഞാന്നുമാണോ നമ്മള് ലൈറ്റ് കെട്ടാനും ഇവിടെ ക്ലീനിങ് ചെയ്യാനും ഒക്കെ തയ്യാറായത്? ഞാൻ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇബ്രാഹിച്ച് അദ്ദേഹത്തിന് വിളിച്ചപ്പോ രാത്രി വിളിക്കുമ്പോ നല്ല പണിയിലാണ് ഇവിടെ. ഉറൂസിന്റെ മുന്നൊരുക്കം മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. രാത്രി നല്ല പൊറോട്ട ചായയും അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി നല്ല ഭക്ഷണം ഉണ്ടാക്കി പണികളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? അത് ജനുവരിയിൽ തുടങ്ങുന്ന പരിശുദ്ധ ഉറൂസിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ്. ഉറൂസിന് വേണ്ടി ഇന്ന് ഉറൂസാണെങ്കിൽ ഇന്നലെയല്ല നമ്മള് സഹോദരങ്ങൾ, ഇന്ന് രാവിലെ അല്ലല്ലോ നമ്മൾ ലൈറ്റ് കെട്ടുന്നത്. നമ്മളിവിടെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് ഇന്ന് രാവിലെ അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നോ മംഗലമോ ഉണ്ടെങ്കിൽ ഇന്ന് മംഗലമാണെങ്കിൽ ഇന്നലെയോ ഇന്നോ അല്ലല്ലോ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നത്. എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് എൻഗേജ്മെന്റ്. അതുപോലെ കറി ഉണ്ടാക്കുന്ന ചോറുണ്ടാക്കുന്ന ആളെ വിളിച്ചു പറഞ്ഞു, സാമ്യാനെ വിളിച്ചു പറഞ്ഞു. എല്ലാ സംവിധാനങ്ങളും മാസങ്ങൾ മുമ്പ് ചെയ്യുകയാണ്. കാരണം ആ ഒരു സമയത്ത് മാത്രമല്ല അതിന് ഒരുങ്ങുന്നത് എന്നതുപോലെ സഹോദരങ്ങളെ, റമളാനാകുന്ന മാസമുണ്ടല്ലോ, അത് തുല്യതയില്ലാത്ത മാസമാണ്. ധാരാളം നന്മകളും സൽക്കർമ്മങ്ങളും ചെയ്യേണ്ട മാസമാണല്ലോ. ആ മാസത്തിന് വേണ്ടി തയ്യാറാകേണ്ടത് റമളാൻ ഒന്നിനല്ല, റമളാനിനെ സ്വാഗതം ചെയ്യാൻ 2 മാസം മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സ്വഹാബത്ത് റജബിനെ വല്ലാത്ത പരിഗണിച്ചത്. റജബ് എന്ന മാസം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പോക്കിരികൾ പോലും ആയുധങ്ങളൊക്കെ നിലത്ത് വെച്ച് അതിനെ ബഹുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബഹുമാനാണെന്നറിയോ? റജബിനെ സംബന്ധിച്ച് റജബ് മുളർ എന്നാണ് ഹദീസിലുള്ളത്. മുളർ എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്. മക്കാ മുക്കറമയിൽ ഒരു ഗോത്രമാണ് മുളർ ഗോത്രം. എന്റെ സഹോദരങ്ങളെ, ആ മുളർ ഗോത്രക്കാരുണ്ടല്ലോ, റജബ് വന്നാൽ പിന്നെ അവര് ആയുധമെടുക്കാറില്ല. കണ്ടതിനും കേട്ടതിനും തൊട്ടതിനും പിടിച്ചതിനും നമ്മൾ പറയാറില്ലേ, അതിനൊക്കെ ആയുധമെടുക്കുന്ന മുളർ ഗോത്രക്കാരുണ്ടല്ലോ. റജബ് വന്നാൽ പിന്നെ ഒരു ആയുധം എടുക്കൂല. ഇദാ ഖറജർ റജുലു മിൻ ബൈതിഹി ബിതാലിബി ഖാതിലി അബി. ഒരു മനുഷ്യൻ അവന്റെ ബാപ്പയെ കൊന്ന ആളെ തേടി നടക്കുകയാണ്. ആ സമയത്ത് ആ കൊന്നയാളെ കിട്ടിയത് റജബ് മാസത്തിലായാൽ കൊന്നവനെ പിന്നെ റജബിൽ കൊല്ലൂല. മുളർ ഗോത്രക്കാര് വലിയ പോക്കിരികളാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്, നബിയെ, ഞങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി വരുമ്പോ ഞങ്ങളെ വഴിമധ്യ മുളർ ഗോത്രക്കാരുണ്ട്. ആ മുളർ ഗോത്രക്കാർ ഞങ്ങളെ കണ്ടാൽ ആക്രമിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റുന്നില്ല. ഞങ്ങൾ വരുന്നത് എപ്പോഴാണെന്നറിയോ? ഞങ്ങൾ റജബ് മാസത്തിൽ വരാം. കാരണം റജബ് മാസത്തിൽ മുളർ ഗോത്രക്കാര് ആയുധമെടുക്കൂല. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ബഹുമാനമുള്ള മാസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17-18 ആയി കഴിഞ്ഞു. ഈ റജബ് നമ്മൾ റമളാനു ശരീഫിലേക്കുള്ള മുന്നൊരുക്കമാകണം. ഈ മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യണം. ഫർള് നിസ്കാരം 4 റക്അത്ത് ളുഹർ മാത്രം നിസ്കരിക്കുന്നവർ, സുബ്ഹ് നിസ്കാരം 2 റക്അത്ത് മാത്രം നിസ്കരിക്കുന്നവർ, അതിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ അതിന് റെഡിയാകണം. സദഖകൾ ചെയ്തുകൊണ്ട് അതിന് തയ്യാറെടുപ്പുകൾ നടത്തണം. ഇസ്തിഗ്ഫാറുകൾ നടത്തിക്കൊണ്ട് തയ്യാറെടുപ്പ് നടത്തണം. സഹോദരങ്ങളെ, റജബ് മാസത്തിൽ ഒരു തെറ്റ് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് പോലെയല്ല, അതിന് വലിയ കുറ്റമാണ്. അതേ സമയത്ത് റജബ് മാസത്തിൽ ഒരു നല്ല കാര്യം ചെയ്താലോ അതിന് മറ്റുള്ള മാസങ്ങളിലുള്ള നന്മ പോലെയല്ല.
ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്. സഹോദരങ്ങൾ, ഇവിടെ വെച്ച് ഒരു ഇൽമ നിങ്ങൾ പഠിക്കുന്നത്, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പള്ളിയിൽ കയറിയിട്ട് ഒളുവെടുത്ത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ പറയുന്ന ഇൽമ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കലാണ്. തഅല്ലുമൽ ലില്ലാഹി ഇൽമൻ നാഫിഅ ഫളലുൻ അലാ മിഅതി റുകഅത്തി നാഫില. ഒരു 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബഹുമാനമുള്ളത് ഒരു ഇൽമ പഠിക്കലാണ് കേട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഇൽമില് 100 റക്അത്തിനേക്കാൾ ബഹുമാനമുണ്ടെങ്കിൽ റജബാകുമ്പോ അതിന്റെ ബഹുമാനത്തിന് വർധനവാണ് കേട്ടോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ട് റമദാനു ശരീഫിന് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തണം. ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പതിവില്ലെങ്കിൽ റമദാനിനെ സ്വാഗതം ചെയ്യാനെന്നോളം ഇനി മുതൽക്ക് തഹജ്ജുദ് നമ്മൾ ഒഴിവാക്കരുത്. ഇന്നത്തെ വാദിന്റെ മജ്‌ലിസിൽ വന്നിരുന്നത് കൊണ്ട് എനിക്കുണ്ടായ ലാഭം എന്താണെന്ന് റബ്ബിന്റെ മുന്നിൽ പറയാ. ഇന്ന് മുതൽക്ക് ഞാൻ തഹജ്ജുദ് ഒഴിവാക്കൂല. തഹജ്ജുദ് നിസ്കരിക്കാത്ത മഹാന്മാരില്ലല്ലോ, തഹജ്ജുദ് നിസ്കരിക്കാത്ത സ്വഹാബത്തില്ലല്ലോ, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഔലിയാക്കളില്ലല്ലോ, തഹജ്ജുദ് നിസ്കരിക്കാത്ത ആലിമീങ്ങളില്ലല്ലോ, തഹജ്ജുദ് നിസ്കരിക്കാത്ത സാദത്തുക്കളില്ലല്ലോ. എല്ലാ മഹാന്മാരും എല്ലാ സ്വാലിഹീങ്ങളും തഹജ്ജുദ് നിസ്കരിച്ചവരാ. എനിക്കെന്തേ എന്റെ ആരോഗ്യമുള്ള സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൂടെ? അല്ലാഹു തആല സമയങ്ങൾ നമുക്ക് തന്നത് സുഹൃത്തുക്കളെ വെറുതെ കളയാനല്ലല്ലോ. ആഫിയത്ത് അല്ലാഹു തആല തന്നത് വെറുതെ കളയാനല്ലല്ലോ. സുഹൃത്തുക്കളെ, ഇന്ന് അല്ലാഹു തആല ആരോഗ്യം തന്നോ, നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ലോ. നാളെ ഫർള് തന്നെ നിസ്കരിക്കാൻ കഴിയുമോ? ഖുർആൻ ഓതാൻ കഴിയുമോ? സദഖ കൊടുക്കാൻ കഴിയുമോ? തഹജ്ജുദിനെത്താൻ കഴിയുമോ? ജമാഅത്തിനെത്താൻ കഴിയുമോ? അറിയില്ലല്ലോ. من الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العجلة ويذرون وراءهم يوما ثقيلا. ومن الليل فاسجد له. രാത്രി എഴുന്നേറ്റുകൊണ്ട് തങ്ങള് തഹജ്ജുദ് നിസ്കരിക്കൂ നബിയേ. വസബ്ബിഹു ലൈലൻ തവീലാ. നീണ്ട സമയങ്ങളിൽ തങ്ങൾ തസ്ബീഹ് ചൊല്ലൂ നബിയേ. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഹും യൗമൻ സഖീലാ. ഓ നബിയേ, തങ്ങളെ ഉമ്മത്തുണ്ടല്ലോ, യുഹിബ്ബൂനൽ ആജിലത, ദുനിയാവിന്റെ പിന്നിൽ അവര് പോയി വയദറൂന വറാഹും യൗമൻ സഖീലാ. അവരെ കൊണ്ടുപോയി ഒരു ഖബറിൽ കിടത്താനുണ്ടല്ലോ, അവർക്കൊരു മഹ്ശറയുണ്ടല്ലോ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന് 50,000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ള മഹ്ശറയുണ്ടല്ലോ. ആ
മഹ്ശറെ അവർ മറന്നുപോയി നബിയേ. ആ നിലക്ക് തങ്ങളെ ഉമ്മത്തുകള് അതപ്പതിക്കും നബിയേ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ. എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ വിചാരിച്ചുകൊണ്ട് രാത്രി എഴുന്നേറ്റ് 2 റക്അത്തുള്ള തഹജ്ജുദുണ്ടല്ലോ, വലിയ പുണ്യമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. നല്ല ആരോഗ്യമുണ്ടല്ലോ. ഒരു ദിവസം 3 മണി രാത്രി എയർപോർട്ടിൽ പോകാറുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കൂലേ? റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ടെങ്കിൽ എഴുന്നേൽക്കൂലേ? എന്നാൽ സഹോദരങ്ങളെ, എയർപോർട്ടിൽ പോകുന്നത് പോലെയല്ലല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് പോലെയല്ലല്ലോ. നമ്മൾക്കൊരു യാത്രയുണ്ടല്ലോ. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടാണല്ലോ. ലോകത്തുള്ള എല്ലാ ജനങ്ങളോ, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളോ കിടന്നുറങ്ങുന്ന സമയത്ത് ആ റബ്ബിന്റെ മുന്നിൽ കൈനീട്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹ് നഷ്ടപ്പെടുത്തൂലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, തഹജ്ജുദ് ഇന്ന് മുതൽക്ക് നമ്മൾ ആരംഭിക്കണേ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, തഹജ്ജുദിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് വുളുവെടുക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ വെള്ളമുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഈ തണുപ്പുള്ള സമയത്ത് നട്ടപ്പാതിരൊക്കെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാ ഇവനൊതുവെടുത്തല്ലോ. അതുകൊണ്ട് റബ്ബേ, ഹൗദുൽ കൗസറടക്കം സ്വർഗത്തിലെ വെള്ളം നൽകണേ അല്ലാഹ്. ആ വെള്ളം ദുആ ചെയ്യുമെന്നതാ. അതുപോലെ തഹജ്ജുദിന് വേണ്ടി ഉപയോഗിക്കുന്ന മുസല്ലയുണ്ടല്ലോ, ആ മുസല്ലകൾ അല്ലാഹുവിന്റെ മുന്നിൽ നാളെ മഹ്ശറയിൽ വെച്ച് സാക്ഷി പറയുന്നതാ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ കമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ, ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വരെ ഞാൻ തഹജ്ജുദ് ഒഴിവാക്കൂല. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വലിയ നിസ്കാരമാണ്. ഫർള് നിസ്കാരം എല്ലാവരും നിസ്കരിക്കും, സുന്നത്ത് പലരും നിസ്കരിക്കും. സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്നത് വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിസ്കരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പിറ്റേ ദിവസം ജനങ്ങളോട് പറയണം, ഞാൻ ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. ആ സമയത്ത് കിബർ വരാൻ പാടില്ല. ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് പറയാൻ പാടില്ല. ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിന്റെ റസൂലിൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് എല്ലാം കഴിയണം. അത് ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറ്റുള്ളവന് പ്രചോദനമാകും. അബ്ദുല്ലാഹി ഇബ്നുൽ ഗാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ കുറേ നിസ്കരിച്ചു, കുറേ ദിക്ർ ചൊല്ലി, കുറേ നല്ല കാര്യങ്ങൾ ഇന്നലെ രാത്രി ഞാൻ ചെയ്തു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നുൽ ഗാലിബ് തങ്ങളെ, അതൊക്കെ ജനങ്ങളോട് എന്തിനാ ഞങ്ങൾ വിളിച്ചു പറയുന്നത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ ഗാലിബ് തങ്ങൾ പറയാണ്, അല്ലാഹു തആല എനിക്ക് ചെയ്ത നിഅമത്താണല്ലോ. എന്നെ പോലെ ആരോഗ്യമുള്ള പലരും കിടന്നുറങ്ങുമ്പോ എനിക്ക് ഉറങ്ങാനുള്ള അവസരം തരാതെ എനിക്ക് അല്ലാഹു ഉണർവ് തന്നു. ആ റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് വണങ്ങാൻ അല്ലാഹ് എനിക്ക് അവസരം തന്നല്ലോ. എനിക്ക് ദിക്ർ ചൊല്ലാൻ റബ്ബ് തൗഫീഖ് നൽകിയല്ലോ, സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകിയല്ലോ. ഇതിനേക്കാൾ വലിയൊരു നിഅമത്ത് വേറെയുണ്ടോ? അല്ലാഹുവിന്റെ നിഅമത്തുകൾ അതെടുത്ത് പറയണേ. അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു
തആല ചെയ്തെന്ന നിഅമത്തുകളൊക്കെ മറ്റുള്ളവരോട് പറയണം. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഗാലിബ് തങ്ങൾ പറയാണ്, അൻത ലാ തഫ്ഖഹ്, മനുഷ്യ നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്. അല്ലാഹു തആല എനിക്കൊരു ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്താൽ അത് ചെയ്യാത്തവന്റെ മുന്നിൽ അത് പറയണം. സഹോദരങ്ങളെ, അവിടെ കിബ്ർ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന അഖ്ശാകും, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്. വലാ ഫഖറ, ഇത് അഹങ്കാരമല്ല. വഅന അത്ഖാകും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ഞാനാ. വലാ ഫഖറ, ഇത് അഹങ്കാരം പറയുകയല്ല. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഭാര്യമാരെ കൂടെ നന്നായി വർത്തിക്കുന്നവനാണ്. ഖൈറുക്കും ലിഅഹ്ലി, എന്റെ ഭാര്യമാരോട് വളരെ നന്നായി പെരുമാറുന്നവനാണ് ഞാൻ. സ്വന്തം ചെയ്ത നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണം. വലാ ഫഖറ, അത് അഹങ്കാരത്തിനാകരുത്, മറ്റുള്ളവർക്ക് അത് പ്രചോദനം കിട്ടാനാകണം. അതാണ് അബ്ദുല്ലാഹിൽ ഗാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്ക് ധാരാളം ആയുസ് തന്നല്ലോ. ഈ ആയുസ്സിനെ ഉപയോഗിക്കേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന ദുനിയാവിലല്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദുന്യാ സാഅ, ജനങ്ങളെ ദുനിയാവ് ഒരു മണിക്കൂറേ ഉള്ളൂ. ദുനിയാവ് ഒരു മണിക്കൂറേ ഉള്ളൂ. അതേ സമയത്ത് ഫജ്അൽഹാ ത്വഅ, ആ ഒരു മണിക്കൂറിനെ അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരവസ്ഥയിലാക്കി നീ മാറ്റണം. ഒരു മണിക്കൂർ വേസ്റ്റ് ആക്കി കളയരുത്. ഫജ്അൽഹാ ത്വഅ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. കാരണം ദുനിയാവിലുള്ള ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും എല്ലാം വിലപ്പെട്ടതാണ്. ദുനിയാവ് എന്ന് പറയുന്ന ചരക്കുണ്ടല്ലോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. സഹോദരങ്ങളെ, ഈ ദുനിയാവിനെ പടച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹു തആല ദുനിയാവിനെ പറ്റി പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് ഖുർആനിൽ. ഏതെങ്കിലും ഒരു കമ്പനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. ഈ ബൾബിനെ ഇറക്കിയ കമ്പനി, ഇതിനോട് കമ്പനിക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇത് ഭയങ്കര ബൾബാണ്, ഇതിൽ ഭയങ്കര വെളിച്ചമാണ്, ഇതിൽ ചെറിയ ഒരു ചെറിയ മില്ലി വീണാലും നിങ്ങൾക്ക് പിറക്കിയെടുക്കാൻ കഴിയും. ഇത് കറണ്ട് ഇല്ലെങ്കിലും കത്തും, കത്തിയെങ്കിലും കത്തും, കത്തിയില്ലെങ്കിലും കത്തും. എന്തെല്ലാം അതിന്റെ അഡ്വർടൈസ് സഹോദരന്മാർ, അല്ലെ? ഒരു കാര്യത്തിന്റെ അഡ്വർടൈസ്, ഒരു കമ്പനിന്റെ അഡ്വർടൈസ് എന്തൊക്കെയാണ്! ഭയങ്കര അഡ്വർടൈസ് ആണ് ആ കമ്പനി ആ സാധനത്തിനെ പറ്റി പറയാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിനെ പഠിച്ച അല്ലാഹു തആല ഈ ദുനിയാവിനെ പറ്റി അഡ്വർടൈസ് പറഞ്ഞത് ഇത് മതാഉൽ ഖുറൂർ, വഞ്ചനയുടെ ദുനിയാവാണ്, ചതിയുടെ ലോകമാണ്, ഒറിജിനൽ അല്ല. സ്വന്തം ഇറക്കിയ ചരക്കിനെ സംബന്ധിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ, ഒരുവനുണ്ടെങ്കിൽ, അത് അല്ലാഹുവാണ്, വേറെ ആരും പറയില്ല, അല്ലേ? ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവെന്ന് പറയുന്ന ചതിയുടെ ലോകം, വഞ്ചനയുടെ ലോകം, ഈ ലോകത്തെ നിങ്ങൾ ഫജ്അൽഹാ ത്വഅ, അല്ലാഹുവിലേക്ക് ത്വഅത്ത് ചെയ്യുന്ന നിമിഷങ്ങളായി, സമയങ്ങളായി നിങ്ങൾ ആ ദിവസത്തിനെയും മാസങ്ങളെയും ആഴ്ചകളെയും നിങ്ങൾ തെരഞ്ഞെടുക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആഖിറത്തിൽ വെച്ചൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് ഒരു നഷ്ടത്തെ സംബന്ധിച്ചാണ്. എന്ത് നഷ്ടം? ആഖിറത്തിലെത്തുമ്പോൾ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ ഖേദിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം സമയത്തിനെ സംബന്ധിച്ചാണ്. സ്വർഗത്തിലെത്തിയാൽ മനുഷ്യൻ ചിന്തിക്കുന്നതും സമയത്തിനെ പറ്റിയാണ്. നരകത്തിലെത്തിയാലും മനുഷ്യൻ ഖേദിക്കുന്നത്, ഞാൻ നരകത്തിൽ വീണല്ലോ, എനിക്ക് ദുനിയാവിൽ പോയാൽ എന്റെ ഭാര്യന്റെ കൂടെ നിൽക്കാമല്ലോ, ദുനിയാവിലാണെങ്കിൽ എന്റെ സ്വത്തിന്റെ കൂടെ നിൽക്കാമല്ലോ, എന്റെ AC കാറിൽ എനിക്ക് ഇരിക്കാമല്ലോ എന്നല്ല നരകത്തിൽ പോലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദുനിയാവിൽ നഷ്ടപ്പെട്ട സമയത്തിനെ സംബന്ധിച്ചാണ്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ മിൻ സഅത്തിൻ തമുറു അല ഇബ്നി ആദം ലാ യദ്കുരില്ലാഹ തആല. ഒരു മനുഷ്യൻ തമുറു ഇബ്നി ആദം, ഒരു മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളും ആ സമയത്ത് അവൻ അല്ലാഹുവിനെ ഓർക്കുന്നില്ല. അല്ലാഹുവിന്റെ ചിന്തയെ വിട്ടുള്ള മറ്റുള്ള ചിന്തകളിലാണ് അവന്റെ സമയം അവൻ ചെലവഴിച്ചതെങ്കിൽ ആ സമയത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ ഖേദിക്കാതിരിക്കൂല. 24 മണിക്കൂർ സമയങ്ങൾ അല്ലാഹു തന്നില്ലയോ? ആ സമയങ്ങളിൽ നിന്ന് അല്ലാഹു പൊരുത്തപ്പെടാത്ത സമയം കഴിഞ്ഞു പോയെങ്കിലോ ആ സമയത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഖിയാമത്ത് നാളിൽ ഖേദിക്കാതിരിക്കൂല. സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരു മനുഷ്യനെത്തിയാലും അവന്റെ ഖേദം അത് തന്നെയാണല്ലോ. ദുനിയാവിൽ എനിക്ക് സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. ليس يتحسر أهل الجنة على شيء إلا على ساعة مرت بهم لم يذكروا الله. സ്വർഗത്തിലെത്തിയ മനുഷ്യരുണ്ടല്ലോ, അവൻ ഖേദിക്കുന്നത്, അവൻ അലമുറ കൂട്ടുന്നത്, അവൻ മുറവിളിക്കുന്നത് ദുനിയാവിൽ അല്ലാഹുവിന്റെ ഓർമ്മയില്ലാതെ, പടച്ചറബിന്റെ ദിക്റില്ലാതെ, സ്മരണയില്ലാതെ കഴിഞ്ഞുപോയ സമയമുണ്ടല്ലോ. ആ സമയത്തെ സംബന്ധിച്ച സ്വർഗത്തിൽ പോലും മനുഷ്യൻ അതിനെ കരയുന്നത്, ദുഃഖിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, സ്വർഗത്തിലെത്തിയവൻ പിന്നെന്തിനാണ് ദുനിയാവിന്റെ സമയത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്? പടച്ച റബ്ബേ, ആരിഫീങ്ങളും മൗലിയാക്കളും ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളും സ്വർഗത്തിലെ ഉന്നതമായ പദവിയില് അതേ ഉല്ലസിക്കുമ്പോ പാവപ്പെട്ട ഞാനിതാ ദുനിയാവിലെ സമയം വേസ്റ്റാക്കിയതിന്റെ പേരില്, അനാവശ്യങ്ങളിൽ ചെലവാക്കിയതിന്റെ പേരില് സ്വർഗത്തിലെ താഴെ തട്ടിലായി പോയല്ലോ. ഞാൻ എനിക്കല്ല തന്ന സമയം കൊണ്ട് ദിക്റ് ചൊല്ലിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഖുർആൻ ഓതിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, പള്ളിയിലെ ജമാഅത്തിന് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വർഗത്തിൽ വെച്ച് മനുഷ്യന് ഖേദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമയം വളരെ അമൂല്യമാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇപ്പൊ 9:30 മണിയാണ്. ഈ 9:30 മണി സമയമുണ്ടല്ലോ, 9:30 മണി ഇപ്പോൾ ആയിപ്പോയി. 8-ാം തീയതി 9:30 മണിയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു കോടി തരാം, വേണ്ട ഈ ദുനിയാവ് മുഴുവനും തരാം, അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോടികളും ലക്ഷങ്ങളും തരാം. ഈ 9:25 സമയമുണ്ടല്ലോ, ഇതിനൊന്ന് 9:20 തരാൻ പറ്റുമോ? കഴിയില്ലല്ലോ, കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിയാത്തത് സമയമാണല്ലോ. അതുകൊണ്ട് സമയങ്ങൾ നല്ലതിലല്ലാതെ ഉപയോഗിച്ചുകൂടാ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട്, അതെ അവിടുത്തെ ഉസ്താദ് അബ്ദുൽ മലിക് ഖസൂരി തങ്ങളോട് പറഞ്ഞ ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, മല്ലം യരിഫിന്ന ഖസമിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖസി. സമയം വേസ്റ്റാകുന്നതിനെ സംബന്ധിച്ച് ഒരു മനുഷ്യന് ബോധമില്ലെങ്കിൽ അവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. സമയം നഷ്ടപ്പെട്ടു പോകും. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ അവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോ മണിക്കൂറുകളും അതിങ്ങനെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇതിൽ ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമല്ലോ. റബ്ബ് തആല ചോദ്യം ചോദിക്കാതെ വിടുകയില്ലല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി നമ്മൾ ഈ ദുനിയാവിൽ തന്നെ കണ്ടെത്തണ്ടേ. ഓരോ നിമിഷങ്ങളെ പറ്റിയും ചോദ്യമുണ്ട്. വാൻ ശബാബിഹി ഫീമാ അഫ്നാ. തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ സമയം നമ്മൾ എന്തിൽ ചെലവഴിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആ സമയത്ത് വളരെ ആവശ്യമുള്ള നല്ല വിഷയങ്ങളിലല്ലാതെ ചെലവഴിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ആഖിറത്തിൽ വെച്ച് മനുഷ്യന്റെ ചിന്ത സമയത്തെ സംബന്ധിച്ചാണ്. സ്വർഗത്തിലെത്തിയാലും ചിന്ത സമയത്തെ സംബന്ധിച്ചാണ്. ദുനിയാവിൽ എന്റെ കുറെ സമയങ്ങൾ വേസ്റ്റായല്ലോ, നഷ്ടപ്പെട്ടല്ലോ. അതേ സമയത്ത് നരകത്തിലെത്തിയാലും അങ്ങനെ തന്നെയാണല്ലോ സഹോദരങ്ങളെ. നരകത്തിലോ സ്വർഗത്തിലോ എത്തുന്നതിന് മുമ്പ് നമ്മൾക്കൊരു മരണമുണ്ടല്ലോ. ആ മരണം സഹോദരങ്ങളെ, അതിന്റെ സമയം വന്നാൽ പോലും ഒരൽപ്പവും പിന്തിക്കുമോ? പിന്തിക്കൂലല്ലോ. لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ربي പടച്ചവനെ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു സമയം വരെ എനിക്ക് നീ സമയം തന്നിരുന്നുവെങ്കിൽ. അടുത്ത സമയം എന്ന് പറഞ്ഞെങ്കിൽ വളരെ ചെറിയ സമയം. ഒരു ദിവസം വേണോ? വേണ്ട. പകുതി ദിവസം വേണോ? അതും വേണ്ട. ഒരു മണിക്കൂർ വേണോ? അതും വേണ്ട. ഒരു നിമിഷം വേണോ? അത് മതി. ഒരു നിമിഷം. അടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഒക്കെ കണക്കൂട്ടാം. ഒരു നിമിഷത്തിൽ നന്മ ചെയ്യാൻ കഴിയോ? ഒരു നിമിഷത്തിൽ എത്ര നന്മ ചെയ്യാൻ കഴിയും സഹോദരന്മാരെ? ഒരു നിമിഷത്തിൽ സ്വർഗത്തിലെത്താൻ കഴിയും. ഒരു നിമിഷത്തിൽ സ്വർഗത്തിലെത്താൻ കഴിയും. എങ്ങനെയാ സഹോദരന്മാരെ? നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു ദിവസം എപ്പോഴായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂറിനിടയിൽ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയാൽ ഈമാനോട് കൂടി അല്ലാതെ അയാൾ മരിക്കൂല. ഈമാനോട് കൂടി അല്ലാതെ കാഫിറായി ചാവേണ്ടി വരൂല. ഈമാനോട് കൂടി അല്ലാതെ അയാൾ മരിക്കൂല. എന്ത് ചെയ്യണം? 10 ഖുൽ ഹുവല്ലാഹു സൂറത്ത്. എത്ര മിനിറ്റ് വേണം? ഒരു മിനിറ്റ് കൂടിയാൽ 2 മിനിറ്റ്. അതുകൊണ്ടാണ് പറയുന്നതിന് മുമ്പ് സഹോദരന്മാർ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ചെറിയ ഒരു സമയം. ഞാൻ അതിനെ വിശദീകരിച്ചതാണ്. ഒരു 10 ഖുൽ ഹുവല്ലാഹു ഓതുന്ന സമയം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നന്മ ചെയ്യും, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്താൽ തന്നെ സ്വർഗത്തിലെത്താൻ കഴിയും. സഹോദരങ്ങളെ, ഇഖ്ലാസ് സൂറത്ത് അങ്ങനെ ഓതിയ ഒരു ദിവസം 10 പ്രാവശ്യം ഓതിയാൽ എന്റെ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാനടക്കം നമ്മളൊരു തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് എന്റെ മരണം വരെ ഞാൻ ഓരോ ദിവസവും 10 ഇഖ്ലാസ് സൂറത്ത് ഓതും. തീരുമാനിച്ചില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് നമുക്കുള്ളൊരു വലിയ ഭാഗ്യമാണ്. ഈമാനോടുകൂടി അല്ലാതെ മരിക്കൂല, ഉറപ്പാണ്. സുഹൃത്തുക്കളെ, മസ്ജിദുൽ ഖുബാ ഉണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലെത്തിയപ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളി. ആ പള്ളിയിലുണ്ട് അൻസാറുകളിൽപ്പെട്ടൊരു ഇമാമ്. അയാൾ എല്ലാ നിസ്കാരത്തിനോ ആ നിസ്കാരത്തിന്റെ സൂറത്തൊക്കെ ഫാത്തിഹ ശേഷം ഓതിയതിനു ശേഷം, ഫാത്തിഹ ഓതി സൂറത്തുകളൊക്കെ ഓതിയതിനു ശേഷം എല്ലാ നിസ്കാരത്തിലും അദ്ദേഹം ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതും. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന് ഇത് ടെൻഷനായി. സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, ഈ സ്വഹാബി നബിയേ, മസ്ജിദുൽ ഖുബായിലെ ഇമാമുണ്ടല്ലോ, എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതിയതിനു ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിളിപ്പിക്കുകയാണ്, ഇങ്ങോട്ട് വരൂ
ആ സ്വഹാബി വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ആ ഇഖ്ലാസ് സൂറത്ത് ഓതുന്നത്? അപ്പൊ ആ സ്വഹാബിയുടെ മറുപടി, ഇന്നീ ഉഹിബ്ബുഹാ, ഇത് അല്ലാഹുവിനെ പറ്റി പറയുന്ന സൂറത്താണല്ലോ, അല്ലാഹുവിന്റെ ഏകത്വത്തെ പറ്റി പറയുന്ന സൂറത്താണല്ലോ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന സൂറത്താണല്ലോ നബിയേ, ഇന്നീ ഉഹിബ്ബുഹാ, ആ സൂറത്ത് എനിക്ക് പെരുത്ത് ഇഷ്ടമാണ് നബിയേ. ഇത് പറഞ്ഞപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റ വാക്കിലുള്ള മറുപടി, ഇന്ന ഹുബ്ബക ഹിയാഹാ അദ്ഖലകൽ ജന്ന. ഓ സ്വഹാബി, ഇന്ന ഹുബ്ബക ഹിയാഹാ, ആ ഇഖ്ലാസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അദ്ഖലകൽ ജന്ന, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും കേട്ടോ. ആ സ്വഹാബി നിസ്കാരത്തിൽ ഒരു ഇഖ്ലാസ് സൂറത്ത് ഓതിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്നേഹിച്ചുകൊണ്ടാണല്ലോ ഓതിയത്, അള്ളാന്റെ ഏകത്വത്തിനെ പറ്റി പറയുന്ന സൂറത്താണല്ലോ. ഇന്ന ഹുബ്ബക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു കളയും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് ഓതിക്കൂടെ സഹോദരന്മാരെ? നമുക്ക് ഓതിക്കൂടെ? എത്ര എളുപ്പമാണ്. ഇതൊക്കെ ചെറിയ അമലുകളാണ്. സുഹൃത്തുക്കളെ, എന്നൊരു കാര്യം പറഞ്ഞു തരാം. രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്ത് ഇതെല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്ത് ഒരാൾ ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ഇല്ല. എത്ര? ഒരു സലാത്ത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഇതേ ആയത്ത് മഗ്രിബിന് ശേഷം ഓതിയിട്ട് ഒരു സലാത്ത്, നിങ്ങൾക്കറിയുന്ന സലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലിയാൽ വഹുവ ലാ യമൂത് ഇല്ലാ മഅൽ ഈമാൻ, ഈമാനോട് കൂടി അല്ലാതെ അദ്ദേഹം മരിക്കൂല. അത് അല്ലാഹുവിന്റെ റസൂലിനുള്ള ബഹുമാനമാണ്. എത്ര ഒറ്റമൂലികളുണ്ട് സഹോദരങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ടാണ് അല്ലാഹു തആലയോട് നരകാവകാശികളടക്കം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നരകാവകാശികൾ പോലും അല്ലാഹുവിനോട് ചോദിക്കുന്നത് നരകത്തിലെത്തിയാൽ സമയത്തിനെ സംബന്ധിച്ചാണ്. ചെറിയൊരു സമയം, ആ ഒരു ചെറിയ സമയത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ സൂക്തം 37-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് അതാണല്ലോ. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിലെത്തിയ ജനങ്ങളുണ്ടല്ലോ. ഇത് വല്ലാതെ ആലോചിക്കണേ സഹോദരങ്ങളെ. ഇത് നിങ്ങളോടുള്ള വസിയത്തല്ല, ഇത് എന്നോടുള്ള ഉപദേശമാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്. ഇത് ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല, യോഗ്യതയില്ല. ഇത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കനപ്പെട്ട ഉപദേശമായി പറയുന്ന ആയത്താണ്. വളരെ ഗൗരവമുള്ള ആയത്താണ് കേട്ടോ. അല്ലാഹു പറയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകമുണ്ടല്ലോ, നരകത്തിൽ വെച്ച് അവർ അലമുറ കൂട്ടുകയാ, ഉറവിളി കൂട്ടുകയാ, ആർത്തട്ടാസിക്കുകയാ. എന്നിട്ട് അവരെന്താ പറയുന്നത്? റബ്ബനാ റബ്ബനാ റബ്ബനാ, ഞങ്ങളെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്താക്കി തരുമോ, രക്ഷപ്പെടുത്തുമോ? എന്തിനാണോ? ഭാര്യന്റെ അരികയിൽ പോകാനാണോ? ബിസിനസ് ചെയ്യാനാണോ? അതുപോലെ ദുനിയാവിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അവനോട് അല്ലാഹു തആല ചോദിക്കുമ്പോ അവൻ അല്ലാഹുവിനോട് പറയണം, നഅമൽ സാലിഹാ, അല്ല അല്ലാഹ്,
എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് വേണ്ട, മാതാപിതാക്കള് വേണ്ട, എന്റെ ബിസിനസ് വേണ്ട, ഞാൻ ആറ്റിത്താലോലിച്ച എന്റെ മക്കള് വേണ്ട, അതിനൊന്നുമല്ല. അല്ല അല്ല, നഅമൽ സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞാൻ എന്റെ ദുനിയാവിൽ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുമല്ലാ. ഓ സഹോദരങ്ങളെ, 63 വർഷം അല്ലാഹു ആയുസ് തന്നു, 70 അല്ലാഹു തന്നു. എന്നെ പോലോത്തവൻ 40ന്റെ മുകളിൽ അല്ലാഹു തആല തന്നു. എന്നെ പോലോത്തവൻ അഥവാ തമ്മാടികൾ നരകത്തിൽ വെച്ച് ആർത്തുകൊണ്ട് പറയുക, ഇതുവരെ ദുനിയാവിൽ ചെയ്തതുപോലെയല്ല, ഇതുവരെ ദുനിയാവിൽ ചെയ്തതല്ല, വേറെ തന്നെ നല്ല അമലുകൾ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ചോദിക്കാണ്, 60-70 വർഷം നിനക്ക് പ്രായം തന്നില്ലേ, 40 തന്നില്ലേ? അപ്പൊ അല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിക്കണം, അപ്പൊ നീ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ച? അത് അല്ലാഹുവേ, ഞാൻ 28 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. 28 വർഷമാകുമ്പോ ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് അത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹു തആല പറയും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. എന്നാ അപ്പുറത്ത് സ്വർഗ്ഗത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളെ പ്രായം എത്ര ചോദിച്ചോ അറിയോ? അയാളെ പ്രായം 20 വയസ്സാണ്. 20 വയസ്സ് ഞാൻ ആയുസ് കൊടുത്ത ചെറുപ്പക്കാരൻ സ്വർഗ്ഗത്തിലുണ്ട്. നിനക്ക് 28 വർഷം തന്നില്ലേ? 8 വർഷം പിന്നെയും കൂടുതൽ തന്നില്ലേ? നിനക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിഞ്ഞോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. നിനക്ക് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള സമയം തന്നില്ലയോ? ആ സമയം നീ എന്തിൽ ചെലവഴിച്ചു? അല്ലാഹു തആല ആ മനുഷ്യനോട് ചോദിക്കുക, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. നന്നാകേണ്ടവർ നന്നാകാനുള്ള അവസരം തന്നില്ലയോ? എത്രയാ വയലുകൾ നീ കേട്ടത്? യൂട്യൂബിൽ എത്ര വയലുകളാ, സദസ്സുകളിൽ എത്ര വയലുകളാ, മൊബൈലിൽ എത്ര വയലുകളാ. ഇങ്ങനെയുള്ളൊരു ദിവസത്തെ സംബന്ധിച്ച് വയല് പറയുന്ന ഉപദേശകര് വന്നില്ലയോ? എന്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇതിപ്പോ മോഡൽ വാതിലൊന്നും ഇതുണ്ടാവില്ല. സഹോദരന്മാരെ, ഒന്ന് ഓർമ്മാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അക്രമിയെ നിങ്ങൾ അനുഭവിക്കുക, നിങ്ങളെന്നെ സഹായിക്കാൻ ആരുമില്ല. ഒരു വച്ചിട്ടും കാര്യമില്ല, ഒരു വച്ചിട്ടും ശബ്ദിച്ചിട്ടും കാര്യമില്ല. സഹോദരന്മാരെ, നരകത്തിൽ വെച്ച് അവൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു സമയം തരുന്നതാണ്. എന്ത് സമയം? ഇതുവരെ ചെയ്യാത്ത പുതിയ അമലുകൾ, നല്ല സൽക്കർമ്മങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യും അല്ലാഹ്. സഹോദരങ്ങളെ, അത് സാധിക്കുന്ന കാര്യമാണോ? ഒരു ചെറിയ സമയം അല്ലാഹു ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 മാസം വേണോ? 1 മാസം വേണ്ട, 1 ദിവസം വേണ്ട, 1 മണിക്കൂർ കിട്ടിയാൽ മതി. 1 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം നന്മ കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയും. സഹോദരന്മാരെ, ചെറിയ ചെറിയ നന്മകൾ മനുഷ്യനെ സ്വർഗത്തിലെത്തിച്ചു കളയും. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കൂടുതൽ നിസ്കാരമോ നോമ്പോ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യമിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിലെത്താൻ ചെറിയ വഴികൾ തന്നെ ധാരാളമുണ്ടല്ലോ.
അതുകൊണ്ട് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ദുനിയാവിലുള്ള ചെറിയ ഒരു നന്മയെ പോലും നിസ്സാരമായി കാണാൻ പാടില്ല. അതൊക്കെ നന്മകളായി തന്നെ നമ്മൾ അതിനെ കാണാൻ കഴിയണം. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സുഹൃത്തുക്കളെ, മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ ധാരാളം ഇമാമികൾ രേഖപ്പെടുത്തിയതാണ്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുക. കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കടലിന്റെ കരയിൽ വെച്ച് ഒരാൾ തുമ്പിയാൽ അൽഹംദുലില്ലാഹ് പറയുമല്ലോ. അയാൾ തുമ്പിയിട്ട് അൽഹംദുലില്ലാഹ് പറയുന്നത് കേട്ടു. അങ്ങനെ അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോൾ അയാൾക്കൊരു യർഹമുക്കല്ലാഹ് പറയാൻ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങള് കപ്പല് കടലിന്റെ സൈഡിലേക്ക് കൂടുതൽ അടുത്ത് വരൂല. കാരണം കുണ്ടുള്ള സ്ഥലത്തെ കപ്പൽ നിൽക്കും. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങള് കപ്പലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു തോണിക്കാരനെ വിളിച്ചു, ഒരു ദിർഹമിന് പകരം. അങ്ങനെ വിളിച്ചുകൊണ്ട് സഹോദരങ്ങളെ അബൂ ദാവൂദ് തങ്ങള് ആ കടലിന്റെ അരികയിലേക്ക് നടന്നുപോയി തുമ്പിറ്റ് അൽഹംദുലില്ലാഹ് പറഞ്ഞ മനുഷ്യനോട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് കപ്പലിൽ കയറിയപ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും നല്ല വറക്കത്തിലാണ്. ആ വറക്കത്തിലിരിക്കുന്ന സമയത്ത് ഒരു വിളി ഇങ്ങനെ കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം? ഇസ്തറാ അബൂ ദാവൂദ് അൽ ജന്നത മിനല്ലാഹി ബിദിർഹമിൻ വാഹിദ്. അതേ അബ്ദുല്ലാഹി, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങളുണ്ടല്ലോ, ഇസ്തറാ മിനല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വാങ്ങിപ്പോയി. ബിദിർഹമിൻ വാഹിദ്, ഒരൊറ്റ ദിർഹം കൊണ്ട് അബൂ ദാവൂദ് തങ്ങൾ സ്വർഗ്ഗം വാങ്ങിപ്പോയി. അബൂ ദാവൂദ് തങ്ങൾ ഒരു ദിർഹം, ഒരുറുപ്യ ചെലവഴിച്ചുകൊണ്ട് സ്വർഗം വാങ്ങിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, സ്വർഗം വാങ്ങാനുള്ള ഏറ്റവും വലിയ വഴിയാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. അബൂ ദാവൂദ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു ദിർഹം ചെലവാക്കിയിട്ട് അവിടെ പോയി പിന്നെ അദ്ദേഹത്തിന് ഇർഹംകല്ലാഹ് പറഞ്ഞ് തിരിച്ചു വന്നത്? അപ്പൊ പറഞ്ഞു, അദ്ദേഹം മുസ്തജാബ ദഅവ, അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള ആളാകാൻ സാധ്യതയുണ്ടല്ലോ. ലഅല്ലഹു മുസ്തജാബു ദഅവ, അദ്ദേഹം ദുആകൾക്ക് ഉത്തരമുള്ള ആളാകാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് പോയി ഇർഹംകല്ലാഹ് പറഞ്ഞ് തിരിച്ചു വന്നത്. സഹോദരങ്ങളെ, എത്ര ചെറിയ കാര്യമാണ്. സുഹൃത്തുക്കളെ, എത്ര എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളെ കയ്യിൽ നമ്മൾ ധരിക്കുന്ന ഒരു മോതിരമുണ്ടല്ലോ, ആ മോതിരം അത് ധരിക്കുന്നത് സുന്നത്താണ്. വലത്തെ കൈയുടെ ചെറിയ വിരലിന് ധരിക്കൽ സുന്നത്താണ്. ആ നന്മ കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാലിന് ധരിക്കൽ സുന്നത്താണ്. മാറ്റിയെടുക്കുമ്പോൾ ഇടത്തെ കാലിന്റെ ആദ്യം മാറ്റൽ സുന്നത്താണ്. ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പള്ളിയിൽ കയറുമ്പോ വലത്തെ കാല് വെച്ച് കയറൽ സുന്നത്താണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന വിഷയം. വീട്ടില് ബാത്റൂമിൽ കയറുമ്പോ ഇടത്തെ കാല് വെച്ച് കയറൽ സുന്നത്താണ്. പുറത്തു വരുമ്പോൾ വലത്തെ കാല് വെച്ച് പുറത്തു വരൽ സുന്നത്താണ്. സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഈ നന്മകൾ ചെയ്യാറുണ്ടോ സഹോദരങ്ങളെ? അത് തന്നെ മതിയല്ലോ. അതെ, അല്ലാഹു തആലയോട് മരണമെടുത്ത സമയത്ത് അതേ അടിമ പറയുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ചെറിയ ഒരു സമയം എനിക്ക് നീ തരികയാണെങ്കിൽ ഞാൻ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുമല്ലാ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നഫ്സിനെയും അല്ലാഹു തആല അവധി വന്നാൽ പിന്തിക്കുന്ന പ്രശ്നമില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നീയന് ഒരു മണിക്കൂറല്ല, ഒരു 100 വർഷം തന്നാലും നന്നാവൂല എന്ന് അല്ലാഹുവിനെ അറിയാം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഉള്ള സമയങ്ങൾ വെറുതെ കളയരുത്. മഹാന്മാരായ സാലിഹ്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന സമയങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾ കണ്ടില്ലേ?
സഹോദരങ്ങളെ, ദാത്തുർ റിഖാ യുദ്ധം അല്ലാഹുവിന്റെ റസൂൽ പങ്കെടുത്ത യുദ്ധമാണ്. ആ യുദ്ധം കഴിഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്തതാ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എനിക്ക് ക്ഷീണമുണ്ട്, ഞാനൊരൽപ്പം വിശ്രമിക്കട്ടെ? സ്വഹാബത്തിൽ പലർക്കും ക്ഷീണമുണ്ട്, എല്ലാവരും വിശ്രമിച്ചോളൂ. പക്ഷെ ആരെങ്കിലും ഒന്ന് രണ്ടാള് കാവല് നിൽക്കണം. ശത്രുക്കൾ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ ആക്രമിച്ചാലോ, അതുകൊണ്ട് രണ്ടാള് കാവല് നിൽക്കണം. ആരാണ് കാവല് നിൽക്കുന്നത്? ആ സമയത്ത് സുബ്ഹാനല്ലാഹ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉബ്ബഹദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ഒരാൾ മുഹാജിരികളിൽപ്പെട്ടയാളാണ്, മറ്റേയാൾ അൻസാറുകളിൽപ്പെട്ട സ്വഹാബിയാണ്. ഈ രണ്ട് സ്വഹാബികളും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, ഞങ്ങൾ കാവല് നിന്നോളാം. രണ്ടുപേരും കാവല് നിൽക്കുമ്പോ മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ ചോദിക്കുകയാണ്, നമ്മളെന്തിനിപ്പോ രണ്ടാള് കാവല് നിൽക്കുന്നത്? രണ്ടാള് കാവലിൽ നിന്ന് കാത്തു കാത്ത് ഉറക്കു പിടിച്ചാൽ ശത്രുക്കൾ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പണിയെടുക്കേണ്ടറിയോ, ഒരാൾ ഉറങ്ങാം, ഒരാൾ ഇശാറത്തിലിരിക്കാം. അയാൾ എണീക്കുമ്പോ മറ്റേയാള് ഇശാറത്തിലിരിക്കാം, മറ്റേയാൾ ഉറങ്ങുമ്പോ ഇനൊരാൾ ഇശാറത്തിൽ നിൽക്കുക. എങ്ങനെ നമ്മൾ എന്താ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡ്യൂട്ടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉറങ്ങി. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാറെ, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ കാവലിൽ നിന്നോളാം. സുബ്ഹാനല്ലാഹ്, ആർക്കാ കാവല് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് കാവല് നിൽക്കുകയാണ്, സ്വഹാബത്തിന് കാവല് നിൽക്കുകയാണ്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന് കാവല് നിന്ന അതേ ചിലന്തി വലകളുണ്ടല്ലോ, ലോകത്ത് അതിനേക്കാൾ പവർ നമ്മൾക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കാവല് നിന്ന അതെ മാടപ്രാവുകളുണ്ടല്ലോ, അതെത്ര സൗഭാഗ്യമുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമന്ന് നടന്ന ഖസ്വ എന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഖസ്വ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷമാണ് ഖിദ്മത്ത് എടുത്തതെങ്കിൽ 10 വർഷത്തിലേറെ നബി തങ്ങളെ കൂടെ രഹസ്യത്തിലും പരസ്യത്തിലും യുദ്ധത്തിലും സമാധാനത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച അതേ ഖസ്വ എന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ പവർ ലോകത്തൊരാൾക്കുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഖസ്വ എന്ന ഒട്ടകം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, വിഷമിച്ച് കരഞ്ഞ് കരഞ്ഞ് വേദനയോടെ വഫാത്തായി പോയി. ഖസ്വയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഖസ്വയുടെ ബഹുമാനമുണ്ടല്ലോ, ഖസ്വയുടെ പിൻഗാമികളായ ഒട്ടകങ്ങള് മദീന മുനവ്വറയുടെ ബാഹ്യ പ്രദേശങ്ങളിൽ നടക്കുമ്പോ ആ ഒട്ടകത്തിന്റെ കാൽപാദങ്ങള് ചുംബിച്ച മഹാന്മാരില്ലേ? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു വീട്ടുമുറ്റത്തെ മണ്ണെടുത്ത് ചുംബിച്ചല്ലോ. എന്തിനാ ചുംബിച്ചത്? എന്റെ ഈ തൊട്ടടുത്തുള്ള മണ്ണ്, അതിനപ്പുറത്തുള്ള മണ്ണ്, അതിനപ്പുറത്തുള്ള മണ്ണ്, അങ്ങനെ പോയാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്തിയുറങ്ങുന്ന മദീന മുനവ്വറയുണ്ടല്ലോ, ലാത്തീബയിലോ തുറവല്ലമ്മ ആലമഹു
والتشقي ومغتنمي മദീന മുനവ്വറയുടെ മണ്ണുണ്ടല്ലോ, അതിനേക്കാൾ സൗഗന്ധിയുള്ള വേറൊരു മണ്ണില്ല, സൗന്ദര്യമുള്ള മണ്ണില്ല. തുർബത്തുൽ മദീന മുഅ്മിന, മദീനത്തെ മണ്ണിന് ഈമാനുണ്ട് കേട്ടോ. മദീനയുടെ മണ്ണ് മുഅ്മിനത്താ. ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിന് മുഴുവൻ ബറക്കത്താണല്ലോ. മക്കയിലേക്ക് മദീന മുനവ്വറയിലേക്ക് പോയവർക്കറിയാമല്ലോ, അവിടെയുള്ളൊരു ഈത്തപ്പഴമാണല്ലോ അജ്വ എന്ന് പറയുന്നത്. അജ്വത്ത് വലിയ ബഹുമാനമാണല്ലോ. അൽ അജ്വത്തു മിനൽ ജന്ന, അജ്വ സ്വർഗ്ഗത്തിന്റെ ഈത്തപ്പഴമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉണ്ടല്ലോ, ഒരു അതേ 3 അജ്വ രാവിലെ ഒരാൾ വെറും വയറ്റിൽ കഴിച്ചാൽ അയാൾക്ക് വിശപ്പ് കിട്ടൂല, അയാൾക്ക് സിഹ്ർ ബാധിക്കൂല. അത്രയും ബഹുമാനമുള്ള അജ്വ അല്ലാഹുവിന്റെ റസൂലിന് സ്വഹാബത്ത് കാത്തുനിന്ന മരമുണ്ടല്ലോ, മദീനത്തെ ഈത്തപ്പനമുണ്ടല്ലോ. ആ ഈത്തപ്പഴമരത്തിൽ അതേ കായ്ച്ച പഴമാണ് ആ അജ്വ എന്ന് പറയുന്നത്. അതിന് വലിയ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ബഹുമാനമുണ്ട്. ആ കാവൽ നിൽക്കൽ തന്നെ വലിയ തൗഫീഖാണ്. മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ഉറക്കമൊഴിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കുമ്പോൾ മഹാനവറുകൾ ചിന്തിക്കുന്നത്, ഞാൻ എന്തിന് വെറുതെ ഉറക്കമൊഴിക്കണം, വെറുതെ എന്റെ സമയം കളഞ്ഞു കുളിക്കുകയാണല്ലോ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ. നമ്മളോ വെറുതെ നിൽക്കുമ്പോൾ ഞാനൊന്ന് മൊബൈൽ ഒത്തട്ടെ. എത്ര സമയങ്ങളാണ് മൊബൈലിൽ നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്. സഹോദരങ്ങളെ, കയ്യും കണക്കുമില്ലല്ലോ. നിസ്കരിച്ച് സലാം കിട്ടാൻ പോലും നമുക്ക് ഫുർസത്തില്ല. അപ്പൊ തന്നെ കേസ് എടുത്ത് നോക്കിട്ടേ ജുമുഅ കഴിഞ്ഞ് രണ്ടാമത്തെ ദുആക്ക് നമുക്ക് സമയമില്ല. അപ്പൊ തന്നെ പള്ളിന്റെ പുറത്തു വന്ന് ഉടനെ മൊബൈൽ എടുത്ത് നോക്കി, പടച്ച റബ്ബേ, ഇന്ത്യയുടെ ഭരണം എന്റെ കയ്യിലാണല്ലോ, എന്തെങ്കിലും അഭിപ്രായപ്പോയോ നമ്മൾ എടുത്തു നോക്കാതെ നിർവാഹം തന്നെ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മണിക്കൂറുകളാണ് നമ്മൾ അതിന് ചെലവഴിക്കുന്നത്. ഇപ്പൊ ജനങ്ങൾ റീൽസുകളുടെയും അതുപോലെ തന്നെ ട്രോളുകളുടെയും പിന്നിലാണ്. റീൽസ് ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ സഹോദരങ്ങളെ, ചിലപ്പോൾ പ്രായമുള്ളവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. റീൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളാണ്, ഫോട്ടോകളാണ്, വീഡിയോകളാണ്. ആ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമയങ്ങളിൽ ഇങ്ങനെ ജനങ്ങൾ കഴിയുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട്, എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം 100 റീൽസുകൾ നമ്മൾ നോക്കിയാൽ, ഒരു 5 മിനിറ്റിന്റെ റീൽ 100 നോക്കിയാൽ, നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന മണിക്കൂർ 24 മണിക്കൂറിൽ 8 മണിക്കൂർ സഹോദരങ്ങളെ കേവലം ഒരു റീൽസ്, ചെറിയ വീഡിയോകൾ നോക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. 8.5 മണിക്കൂർ. പിന്നെ വാട്സപ്പ് നോക്കാൻ എത്ര മണിക്കൂർ, ഫേസ്ബുക്ക് നോക്കാൻ എത്ര മണിക്കൂർ, എത്ര മണിക്കൂറുകളാണ് ഞാനടക്കം നമ്മളൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, 24 മണിക്കൂർ ദിവസത്തിൽ നമുക്ക് തന്നല്ലോ. ആ 24 മണിക്കൂർ എന്ന് പറയുമ്പോ എത്ര മിനിറ്റാണ്? 1440 മിനിറ്റ്. എത്ര സെക്കൻഡാണ്? 86,400 സെക്കൻഡുകൾ. ഒരു ദിവസത്തിൽ 86,000 സെക്കൻഡുകൾ അള്ളാഹു നമുക്ക് തന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, സഹോദരികളെ, 86,000 സെക്കൻഡുകളിൽ 5 മിനിറ്റ് തബാറക ഓതാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? മഗ്‌രിബ് ഇശാഇന് ശേഷം 5 മിനിറ്റ് വാക്യ ഓതാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? എത്ര മണിക്കൂർ അള്ളാഹു തന്നു? 1440 മണിക്കൂർ തന്നിട്ട് 5 മിനിറ്റ് മഗ്‌രിബ് ഇശാഇനിടയിൽ തബാറക ഓതാൻ സമയമില്ല.
5 മിനിറ്റ് വാഖിഅ സൂറത്ത് ഓതാൻ സമയമില്ല. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ 5 മിനിറ്റ് യാസീൻ ഓതാൻ, 6 മിനിറ്റ് യാസീൻ ഓതാൻ 1440 മിനിറ്റുകളിൽ നിന്ന് 1 മിനിറ്റ് പോലും ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. നമ്മളെ പോലെ ഹതഭാഗ്യവന്മാർ, ഭാഗ്യം കെട്ടവരാരാ? സഹോദരങ്ങളെ, മൊബൈലിലും മറ്റു സംഗതികളിലൊക്കെ ചെലവഴിക്കുന്ന സമയങ്ങൾ എത്രയാ? ഈ സമയത്തിനെ കുറിച്ചാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് അബ്ദുൽ മലിക് അൽ ഖസ്റൂനി തങ്ങൾ ചോദിച്ചത്. വമല്ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. സമയം ഇങ്ങനെ ഫോളായി പോകുന്നതിനെ സംബന്ധിച്ച് ബോധമില്ലെങ്കിൽ നിന്റെ മുഴുവൻ സമയം വേസ്റ്റാണ്, നഷ്ടത്തിലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും യുവതികളോടും പറയാനുള്ളത്, നാളെ മുതൽക്ക് സഹോദരങ്ങളെ തബാറക്കവും വാഖിഅ 2 സൂറത്തുകൾ മഗ്രിബ് ഇശാഇനിടയിൽ മറക്കാൻ പാടില്ല. ഒന്ന് ആഖിറത്തിന് വേണ്ടിയാണ്, മറ്റൊന്ന് ദുനിയാവിലും ആഖിറത്തിനും രണ്ടിനും വേണ്ടിയാണ്. സഹോദരങ്ങളെ, തബാറക്ക സൂറത്ത് ഒരാൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു ഓതിയാൽ ഫൈന്നഹാ മുൻജിയ, അത് ഖബറിൽ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, തബാറക്ക സൂറത്ത് മഗ്രിബ് ഇശാഇനിടയിൽ ഒരാൾ ഓതിയാൽ ഖബറിൽ റാഹത്തിൽ ചന്തത്തിൽ കിടക്കാൻ കഴിയും, ചോദ്യം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത്? സഹോദരന്മാരെ, എത്ര ഹദീസ് ഉണ്ട് അതിന്? ഞാനിപ്പോൾ ഹദീസുകൾ വിശദീകരിക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തബാറക്കുള്ള ഒരു കടലാസാണ്, 2 പേജ്, പിന്നെ ഒരു ചെറിയ കാപേജ്. 5 മിനിറ്റ് വേണ്ട, 4 മിനിറ്റ് മതി. 1400 മിനിറ്റുകളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ വാഖിഅ സൂറത്ത്, സഹോദരന്മാരെ, വാഖിഅ സൂറത്ത് ദിനനിത്യ ഓതിയാൽ അവന്റെ അടുക്കളയിൽ, വീട്ടിൽ, അവന്റെ കീശയിൽ ദാരിദ്ര്യമുണ്ടാകൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം, പ്രശ്നങ്ങൾ എന്താണ്? അപ്പൊ പറഞ്ഞു, എന്റെ പ്രശ്നം, എന്റെ ടെൻഷൻ ദുനൂബി, എന്റെ ദോഷങ്ങളാണ് എന്റെ ടെൻഷൻ. എന്റെ ടെൻഷൻ, എന്റെ ദോഷങ്ങളാണ്. നിങ്ങൾക്ക് ഞാനൊരു വൈദ്യനെ കാണിച്ചു തരട്ടെയോ? അത്തബീബു അംറലനി, വൈദ്യനാണ് എന്നെ രോഗിയാക്കിയത്, അതുകൊണ്ട് എനിക്ക് വൈദ്യന്റെ ആവശ്യമില്ല. മാതാ തസ്തഹി, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾക്ക് എന്തെങ്കിലും മരിക്കുന്ന സമയത്ത് ആഗ്രഹമുണ്ടോ ഇബ്നു മസ്ഊദേ? അതേ ആഗ്രഹമുണ്ട്. റഹ്മത്ത റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം, റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് എന്തെങ്കിലും സ്വത്ത് തരട്ടെയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ ഹാജത ലി, എനിക്ക് അതിന്റെ ആവശ്യമില്ല ഉസ്മാൻ തങ്ങളെ. തകൂനു ലക ഫീ ബനാതി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളെ പെൺമക്കൾക്കായിക്കോട്ടെ, എന്തെങ്കിലും ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് തരട്ടെയോ? ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങളെ മറുപടി, എനിക്ക് അങ്ങനെയുള്ളൊരു ദാരിദ്ര്യത്തെ പേടിയില്ല. ലാ അഖ്ശാ അൽ ഫഖറ, ദാരിദ്ര്യത്തെ ഞാൻ പേടിക്കുന്നില്ല. കാരണം ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈല ലം തുസിബഹു ഫാഖത്തുൻ നബദാ, ഒരാൾ എല്ലാ ദിവസവും രാത്രി അതേ വാഖിഅ സൂറത്ത് ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം വരൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ പെൺമക്കൾക്ക് വാഖിഅ സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പെൺമക്കളത് വിടാറില്ല. എന്റെ പെൺമക്കൾ തബാറക്ക സൂറത്ത്, വാഖിഅ സൂറത്ത് ഒഴിവാക്കൂല. അതുകൊണ്ട് എന്റെ പെൺമക്കൾക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യം എനിക്ക് പേടിയില്ല. മരിക്കാൻ കിടക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ആ വാഖിഅ സൂറത്ത് അത് ഓതിയാൽ കീസയിൽ പൈസ ഇല്ലാതാവൂല. നമ്മളെ അടുക്കളയിൽ, കിച്ചണിൽ ദാരിദ്ര്യമില്ല. സ്ത്രീകൾ ഓതിയാൽ, പതിവാക്കിയാൽ എത്ര പേരാണ് സഹോദരന്മാരെ നമ്മളത് പാരായണം ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത് 1440
മിനിറ്റുകളിൽ നിന്നാണ്, 86,000 സെക്കൻഡുകളിൽ നിന്നാണ്. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് അതേ സമയത്ത് മൊബൈലിൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും സമയം ചെലവഴിക്കാൻ സൗകര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. മൊബൈലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഞാനിനി തെറ്റ് ചെയ്യൂല എന്ന് ആരും തീരുമാനിക്കേണ്ട സാധ്യമല്ല. ഇപ്പൊ സദസ്സിൽ നമ്മൾ ചിന്തിക്കാം, കുറച്ചോനെ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, മതിയാക്കാം. പക്ഷെ പുറത്തിറങ്ങിയാൽ രണ്ടാമതും ചെയ്യും. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ 100 ആളെ കൊന്ന ഒരാള് 99 ആളെ കൊന്ന ഒരാള് വന്നില്ലേ, തൗബുണ്ടോന്ന് ചോദിച്ച്. അപ്പൊ 100 ആളെ അവസാനം കൊന്നു. 100 ആളെ കൊന്നിട്ട് ചോദിച്ചു, എനിക്ക് തൗബുണ്ടോ? തൗബുണ്ട്, പക്ഷെ എന്താക്കണോ, നെറ്റ് റീചാർജ് ചെയ്യാൻ പാടില്ല. നെറ്റ് ഇനി മുതൽക്ക് റീചാർജ് ചെയ്യാൻ പാടില്ല. നെറ്റ് റീചാർജ് ചെയ്തിട്ട് സ്മാർട്ട് മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് തൗബുണ്ടെന്ന് പറഞ്ഞാൽ തൗബയില്ല. അതുകൊണ്ട് നാളെ മുതൽക്ക് നീ എന്ത് ചെയ്യണം, ഈ നാട് വിടണം. ഈ നാട്ടിൽ ഇനി ജീവിച്ചാൽ, ഈ മൊബൈലിൽ ഉപയോഗിച്ചാൽ നിനക്ക് തൗബുണ്ടാവൂല. അതുകൊണ്ട് നാട് വിടണം. അയാളോട് അതാണ് ഉപദേശിച്ചത് സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്ന കേസല്ല അത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ആ സമയം ഇങ്ങനെ ഫോൾ ആവുകയാണ്, വേസ്റ്റ് ആവുകയാണ്. മൊബൈലിൽ ധാരാളം ഇങ്ങനെ, പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ പൊരന്റെ നടുവിലൊരു TV ഉണ്ടായാൽ എല്ലാവരും നോക്കും. ഹോം തിയേറ്ററുകൾ എല്ലാ വീടുകളിലുമുണ്ട്. അതേ സമയത്ത് ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഓരോ റൂമുകളും ഹോം തിയേറ്ററുകൾ, സിനിമാ തിയേറ്ററുകളാണ്. മുഴുവനും രാത്രി ഉറക്കം വരുന്നത് വരെ. സഹോദരങ്ങളെ, ലാസ്റ്റ് സീൻ എത്ര മണി എന്ന് ചോദിച്ചാൽ 1 മണി, 12:30 മണി അല്ലേ? ഓരോരുത്തരുടെ മൊബൈലിന്റെ ലാസ്റ്റ് സീൻ വാട്സപ്പിൽ അവസാനം നോക്കിയ സമയം 12:35. ഖുർആൻ ഓതിയതാണോ? അല്ല. സലാത്ത് ചൊല്ലിയതാണോ? അല്ല. സഹോദരങ്ങളെ, എന്നെ പോലോത്തവൻ അതേ വാട്സപ്പിലും അതുപോലെ മറ്റുള്ള മൊബൈലിന്റെ വേണ്ടാത്തരങ്ങളിൽ സമയം ചെലവഴിച്ചതാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമയം അങ്ങനെ ചെലവഴിക്കാനുള്ളതല്ല. അതിനെ സംബന്ധിച്ച് നാളെ നമ്മൾ ഖേദിക്കും. അതുകൊണ്ട് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും പോകട്ടെ, ഒരു മൈക്രോ സെക്കൻഡ് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മൊബൈലിൽ കാണുന്നവർ, അതുപോലെ മൊബൈലിൽ അഭിനയിക്കുന്ന പലരുമുണ്ട്. മൊബൈലിൽ പിന്നെ ഒരുപാട് നടനകൾ നടത്തുന്നവരുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്. ഇന്ന് അത് വളരെ വ്യാപകമാണ്. സഹോദരന്മാരെ, ആണും പെണ്ണും ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പോ അവരുടേതായ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വീഡിയോകൾ വാട്സപ്പിൽ ഇങ്ങനെ, ഫേസ്ബുക്ക്, യൂട്യൂബില് അടിച്ചു വിടും. അതോ ചില ആളുകൾ ഫേസ്ബുക്ക്. ആരൊക്കെയാണ്? ഭാര്യ ഭർത്താക്കൾ. ഭാര്യനെ പരസ്യമായി കാണിക്കുകയാണ് ഭർത്താവ്. എല്ലാവരും കോമഡി വീഡിയോകളാക്കിയാണ് ഭാര്യ ഭർത്താക്കന്മാർ. അതിനെ മൊബൈലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുകയാണ് ഇവന്റെ ഭാര്യയെ. സുബ്ഹാന ജല്ല ജലാലുഹു അല്ലേ? ഇന്ന് പിന്നെ ചില ആളുകൾ ഭാര്യ അല്ല, വേറെ ഏതോ മതത്തിൽപ്പെട്ട പെണ്ണ്, അവൾ ഇവന്റെ ഭാര്യയായി അഭിനയിക്കുകയാണ്. ഞാനൊരാളോട് ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല ഇത് ഇയാളെ ഭാര്യ തന്നെയാണോ? അപ്പൊ പറഞ്ഞു, ഭാര്യ അല്ല, ഇത് ഏതൊരു വേറെ മതത്തിന്റെ പെണ്ണാണ്, ഇവളിപ്പോ മുസ്ലിമായി അഭിനയിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അഭിനയിക്കുന്ന ആളുകൾ, ഭാര്യയെ അഭിനയിപ്പിക്കുന്നവർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാര്യയെ തെറ്റിന്റെ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേര് ദയ്യൂസ് എന്നാണ്. ദയ്യൂസ്. അവന്റെ പേരെന്ത്? ദയ്യൂസ്. ഭാര്യയെ പരസ്യമായി ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ കാമായി എതിർക്കാത്തവനെ സംബന്ധിച്ച് നിങ്ങൾ ദയ്യൂസ് എന്ന് വിളിച്ചാൽ തന്നെ ഫലാ ഇസ്മ, നിങ്ങൾക്ക് കുറ്റമില്ല എന്നാണ്. ഒരാളെ കൂട്ടുകാർ വിളിക്കാൻ പാടില്ല. അതേസമയത്ത് ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ മുണ്ടാതിരിക്കുന്ന ദയ്യൂസ് ഉണ്ടല്ലോ, പെങ്കൂസ്, ആ പെങ്കൂസിനെ ദയ്യൂസ് എന്ന് വിളിച്ചാൽ കുറ്റമില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവർ റജുലുൽ ലദീ ലാ യുബാലി വലാ യുഗാറു അലാ മഹാരിമിഹി അയല്ലദീ അർളാ ബിസ്സൂഇ വൽ ഫാഹിശതി ഫീ അഹ്ലിഹി. ഭാര്യ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, പെൺമക്കൾ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, ആ
തെറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവനാണ്, അവളെ പരസ്യമായി രംഗത്തിറക്കുന്നവനാണ്. അത് റീൽസുകളായാലും ടൂൾസുകളായാലും ട്രോളുകളായാലും ഏതായാലും ഭാര്യയെ പരസ്യമായി തെറ്റിലേക്ക് വലിച്ചിറക്കുന്നവനുണ്ടല്ലോ, അവളെ തെറ്റിൽ അതേ ഒരു ആ കാമ എന്നത് വിരോധിക്കാത്തവനുണ്ടല്ലോ, അവൻ ദയ്യൂസാണ്. ആ ദയ്യൂസിന്റെ ശിക്ഷ അറിയുമോ? ആഖിറത്തിൽ അവന് ചെല്ലുമ്പോ അവന് നിസ്കാരമുണ്ടായേക്കാ, അവന് നോമ്പുകൾ ഉണ്ടായേക്കാ, അവന് സദഖയും സക്കാത്തും കൊടുത്തവനാകാം. അല്ലാഹു തആല അവന്റെ നന്മയിലേക്ക് തിരിഞ്ഞു നോക്കൂല. അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. സുബ്ഹാനല്ലാഹ്, ദയ്യൂസ് ഭാര്യയെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നവൻ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ മുണ്ടൂല. ഇതൊക്കെ ഇന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും അത് ധാരാളമാണ്. എത്ര ആണും പെണ്ണും അഭിനയം ഭാര്യ ഭർത്താക്കൾ അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നവർ, നടനം, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി തമാശകളൊക്കെ പറയാം. സഹോദരന്മാരെ, തമാശ പറയുന്ന തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറയാറുണ്ട്. ഇന്നീല അംസഹു വലാ അഖൂലു ഇല്ലാ ഹഖ. ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷേ സത്യമല്ലാത്തത് ഞാൻ പറയില്ല. സഹോദരന്മാരെ, ഒരു പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിന്റെ ഭർത്താവ് അദ്ദേഹം കണ്ണിന്റെ ഉള്ളിൽ വെളുപ്പും കറുപ്പുള്ള ആളാണല്ലോ. തമാശക്ക് പറഞ്ഞതാണ്. എല്ലാവരുടെ കണ്ണിന്റെ ഉള്ളിൽ കറുപ്പും വെളുപ്പില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തമാശയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം തിന്നുന്ന സമയം നമുക്കൊക്കെ അറിയാം. സഹോദരന്മാരെ, രണ്ടാളും ഇരുന്ന് ഈത്തപ്പഴം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈത്തപ്പഴത്തിന്റെ വിത്തുകളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഇട്ടു. എന്നിട്ട് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങളുടെ മുന്നിൽ എത്ര ഈത്തപ്പഴത്തിന്റെ കുരു, എത്ര ഈത്തപ്പഴത്തിന്റെ വിത്തുണ്ട്? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ അടുക്കൽ ഈത്തപ്പഴത്തിന്റെ വിത്തുണ്ട്, ഈത്തപ്പഴം കുറെ തിന്നിട്ടുണ്ട്, തങ്ങളുടെ അടുക്കൽ വിത്തും ഇല്ലല്ലോ, തങ്ങൾ അതും തിന്നതാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമാശ പറഞ്ഞു. സത്യമല്ലാത്ത തമാശകൾ പറയാൻ പാടില്ല, സത്യമല്ലാത്ത അഭിനയങ്ങൾ പാടില്ല. സഹോദരന്മാരെ, അങ്ങനെ റീൽസുകളൊക്കെ ഉണ്ടാക്കുന്ന എത്രയോ ചെറുപ്പക്കാര് മുസ്ലിമീങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല, അല്ലാഹു തആല പൊരുത്തപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ്. ഒരു വിഷയം ഒരു മനുഷ്യൻ പറയുകയാണ്, അഥവാ ഒരു വിഷയം അദ്ദേഹം അഭിനയിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ലിയുദ്ഹിക ബിഹിൽ ഖൗം. ജനങ്ങളെ ചിരിപ്പിക്കാനാ, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. സഹോദരന്മാരെ, ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നു. ഇന്നത്തെ കുറ്റങ്ങളെല്ലാം എന്തറിയോ? പുതിയ പേരിലാണ്. ഇന്ന് നീ കളവ് പറഞ്ഞു ചോദിക്കൂല, കളവല്ല നീ ചെയ്തത്, അല്ല അത് കോമഡി ആക്കിയതാണ്. പുതിയ പേര്, ഓമന പേര്, കളവല്ല, പിന്നെന്ത്? കോമഡി. സഹോദരന്മാരെ, സിനിമ നോക്കിയോ? പിക്ചറിന് പോയോ? ഞാൻ പണ്ടല്ല ചെറിയ പിക്ചറിന് പോയെന്ന് പറയും. ഇപ്പൊ പിക്ചറിന് പോയതല്ല, പിന്നെന്ത്? അത് റീൽസ് നോക്കിയതാണ്. പുതിയ പേര്, പുതിയ ഓമന പേര്, റീൽസ് നോക്കിയത്. നീ കട്ടത്, അത് എടുത്തത്, ഞാൻ വല്ല പൊക്കിയത്. സഹോദരന്മാർ, ഒക്കെ ദോഷങ്ങൾ കുറ്റങ്ങൾക്കൊക്കെ പുതിയ പുതിയ പേരുകളാണ്. ഇനിയും ചെറുപ്പക്കാരോട് ചോദിച്ചാൽ തെറ്റുകൾക്ക് പുതിയ പുതിയ പേരുകളൊക്കെ ഇനിയും ഉണ്ടാകും സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ്? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. കോമഡി വീഡിയോകൾ ജനങ്ങളെ ചിരിപ്പിക്കാനാണ്. അങ്ങനെ ഒരാൾ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞാൽ, കോമഡി വീഡിയോ ഉണ്ടാക്കിയാൽ ഫയക്ദിബു, എന്നിട്ട് അവൻ പറയുന്നത് കള്ളമാണ്. വവൈലുല്ലഹു വവൈലുല്ലഹു വവൈലുല്ലഹു, അവന് വൈലെന്ന നരകമാണ്. അല്ലാഹു തആല നമ്മെ കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് മസ്ഊദ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ധാരാളം
സഹോദരന്മാരെല്ലാവരും ഇരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇങ്ങനെ സമയങ്ങൾ ട്രോളുകളിലായി ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ വൈലുല്ലഹു വൈലുല്ലഹു, വൈലെന്ന നരകമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അതിലൊന്നും നമ്മുടെ സമയങ്ങൾ കൂടുതൽ ചെലവഴിക്കാതെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരിമാരോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂറല്ലാതെ കൂടിയാൽ അരമണിക്കൂറല്ലാതെ മൊബൈൽ ഉപയോഗിക്കൂല എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തോളൂ. നേരത്തെ ഉറങ്ങിക്കോളൂ. തഹജ്ജുദ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, അതങ്ങോട്ട് നിർവഹിച്ചോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, നിസ്കാരത്തിന് കൈകെട്ടുകയാണ്. വെറുതെ ഞാൻ ഇങ്ങനെ കാവൽ നിൽക്കണ്ടല്ലോ, സമയം കളയേണ്ടതില്ലല്ലോ. നിസ്കാരത്തിന് കൈകെട്ടുകയാണ്. നിസ്കാരത്തിന് കൈകെട്ടിയപ്പോ ശത്രുക്കള് കാണുന്നു. ശത്രുക്കൾ മഹാനവറുകൾക്ക് അമ്പഴിഞ്ഞു കളഞ്ഞു. ഒരമ്പ് വന്നിട്ട്, വലിയ അമ്പാണത്. ആ അമ്പ് വന്നിട്ട് മഹാനായ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തറച്ചുപോയി. അതേ മഹാനവറുകൾ കൈവിട്ടില്ല. രണ്ടാമതും ശത്രുക്കൾ അമ്പെയ്ത്ത് നടത്തിയപ്പോ മഹാനവറുകളുടെ നെറ്റിയിൽ വന്ന് പതിച്ചുപോയി. അതേ മഹാനവറുകൾ നിസ്കാരം ഒഴിവാക്കിയില്ല. മൂന്നാമത്തെ അമ്പ് വരുന്നതിന് മുമ്പ് മഹാനവറുകൾ നിസ്കാരം ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയിട്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അമ്മാറേ, ശത്രുക്കൾ അമ്പെയ്ത് കഴിഞ്ഞു. അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ ചോദിച്ചു, എന്തേ നേരത്തെ വിളിക്കാത്തത്? വേഗം വിളിക്കാത്തത് എന്താണ്? ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി, എനിക്ക് നിസ്കരിച്ച് കൊതി തീർന്നിട്ടില്ല. ഞാനിപ്പോൾ മൂന്നാമത്തെ അമ്പ് വരുമ്പോ കൈവിട്ടത് എന്തിനാണെന്നറിയാമോ? നിസ്കാരം ഒഴിവാക്കാൻ താല്പര്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനും ഉറങ്ങുന്ന സഹാബത്തിനും പ്രയാസമുണ്ടാകുമോ അത് വിചാരിച്ചുകൊണ്ടാണ് ഞാനതേ നിസ്കാരം ഒഴിവാക്കിയതെന്ന് മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് കാവൽ നിൽക്കുമ്പോൾ അവിടെ നിന്നതാ നിസ്കാരത്തില സമയം വേസ്റ്റാക്കുന്ന പ്രശ്നമില്ല. ആലിമീങ്ങളെ സമയത്തിന് എന്തൊരു ബറക്കത്താണ്. നമ്മുടെ ആലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? 90 പ്രായമായില്ലേ? ഇന്നും മനുഷ്യർക്ക് വേണ്ടി യാത്രയിലാണല്ലോ. എത്ര ആലിമീങ്ങൾക്കാ ജന്മം നൽകിയത്, എത്ര സ്ഥാപനങ്ങളാ നടത്തിയത്. എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളെ, അല്ല ഞമ്മക്കും ആയുസ് തന്നില്ലേ? നമ്മുടെ ആയുസ്സിൽ ഒരു മദ്രസ കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? ഒരു മുതല്ലിമിനെ വളർത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? ആലിമീങ്ങളെ ആയുസ്സില് ബറക്കത്താണ്, ആലിമീങ്ങളെ സമയത്തില് ബറക്കത്താണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സമയത്തിൽ എന്തൊരു ബറക്കത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ സമയത്തിൽ എന്തൊരു ബറക്കത്താണ്. 40 വർഷം ജീവിച്ചിട്ട് 40 വർഷം എഴുതിയാലും തീരാത്ത കിതാബുകൾ എഴുതിയില്ലേ ഇമാം നവവി റഹിമഹുല്ലാഹ്?
സഹോദരങ്ങളെ, നമ്മൾക്ക് നേതൃത്വം തന്ന ദീർഘകാലം അരനൂറ്റാണ്ട് കാലം നേതൃത്വം നൽകിയ സയ്യിദുനാ മുർഷിദുനാ വഖായിദുനാ താജുൽ ഉലമാ, നമ്മൾക്ക് അവിടുത്തോടുള്ള കടപ്പാട് ചില്ലറയല്ലല്ലോ. അവിടുത്തെ ആദർശവും മാർഗദർശനവും ചില്ലറയല്ലല്ലോ. കന്യാനം എന്റെ നാടാണെന്ന് അഭിമാനത്തോടെ എല്ലാവരുടെ മുന്നിലും അതേ എടുത്ത് പറഞ്ഞല്ലോ. കേരളത്തിൽ കന്യാനം അറിയാത്ത ആലിമീങ്ങളില്ലല്ലോ, സാദാത്തുക്കളില്ലല്ലോ. എന്റെ നമ്മുടെ ഈ ചെറിയ നാട് ഇത്രയും പ്രസിദ്ധി ആർജിച്ചത് അത് മഹാനായ താജുൽ ഉലമയുടെ വായ് കൊണ്ട്, അവിടുത്തെ വായ കൊണ്ട് എന്റെ നാടാണെന്ന് പ്രഖ്യാപിച്ച് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ. ആ സ്നേഹത്തിന് പകരം തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? അല്ലാഹുവേ, അവിടുത്തെ ദറജകൾ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവിടുത്തെ വഫാത്തിനു ശേഷം അവിടുത്തെ പൊന്നോമന പുത്രരുണ്ടല്ലോ, സയ്യിദുനാ ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങളെ. സഹോദരങ്ങളെ, ചെറിയ ഒരു പ്രായത്തിൽ നമ്മെ വിട്ടുപിരിയുമ്പോ ഒരു പുരുഷായുസിൽ മുഴുവൻ ചെയ്ത് തീർക്കേണ്ട എത്രയാ സേവനങ്ങൾ ചെയ്തത്, എത്രയാ നേതൃത്വങ്ങൾ നൽകിയത്. നമ്മുടെ നാട്ടിലേക്ക് എപ്പ വിളിച്ചാലും ഓടിയെത്തുന്ന മഹാ സഹോദരങ്ങളെ, ആ നഷ്ടം വലിയ നഷ്ടമാണല്ലോ. അതൊരു ചില്ലറ നഷ്ടമല്ലല്ലോ. റമദാനിൽ 30ഓളം ഫത്വകള് മഹാനായ ഖുറാത്തങ്ങളെ ഒരു കോടിയല്ലോ. അവിടത്തേക്ക് നമ്മളെ പോലെ 24 മണിക്കൂറേ അല്ലേ ഉള്ളൂ. നമ്മൾക്കും അതേ മണിക്കൂറല്ലേ ഉള്ളൂ. ഒരു ഖത്മ പോലും എന്നെ പോലോത്തവനോടാൻ സാധിച്ചോ? 30 ഖത്മ ഒരു മാസത്തിൽ ഓതിയാൽ ആ മഹാ ഊതുന്ന വെള്ളത്തിനെന്ത് പവറാ, അവിടുത്തെ വായക്കെന്തൊരു പവറാ. ആ വായിൽ നിന്ന് വല്ലതും വീണ അത് അല്ലാഹു തആല അമറഹു, അത് അല്ല നടപ്പാക്കാതിരിക്കുമോ? സഹോദരങ്ങളെ, അവർക്കും അല്ല കൊടുത്ത സമയം നമ്മുടെ സമയം തന്നെയാണല്ലോ. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീയേറ്റണേ അല്ലാ. അവിടുത്തെ ശേഷം നമ്മളെല്ലാത്തിനും വിളിക്കുന്നു അവിടുത്തെ പൊന്നോമന മകൻ മഹാനായ അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങള്. അല്ലാ, മഹാനവറുകൾ സ്റ്റേജിൽ വരുമ്പോ ദുആ ചെയ്യുമ്പോ മഹാനായ ഖുറാത്തങ്ങളെ നമ്മൾ ഓർക്കുകയാ, നമ്മൾ കരയുകയാ, നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാ. ബാപ്പയുടെ അതേ രീതിയില് സഹോദരങ്ങള് സത്യവഴിയിൽ ആരെയും ഭയപ്പെടാതെ ദീനിന്റെ കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന സയ്യിദ് അവറുകൾക്ക് അല്ലാഹുള്ള ദീർഘായുസ്സ് ഏറ്റിക്കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ, എല്ലാ ദിവസവും പരിപാടികളാണ്, എല്ലാ ദിവസവും എല്ലാ നല്ല കാര്യങ്ങളുടെ നേതൃത്വമാണ്. അല്ലാഹു തആല ഇനിയും വലിയ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, സാദാത്തുക്കൾ ചില്ലറയല്ല. മഹാനായ മസ്ഊദ് തങ്ങള് ഉപ്പാപ്പയുടെ അതേ പേരാണല്ലോ, അബ്ദുറഹ്മാൻ മസ്ഊദ് ആണല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ മഹാന്മാരെയൊക്കെ സ്നേഹിക്കേണ്ടത് നമ്മുടെ കടപ്പാടാ. അല്ലാഹു തആല സാദാത്തുക്കളെ സ്നേഹിച്ച് അവരെ കൂടെ സ്വർഗത്തിലെത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി, മുഹമ്മദ് നബി നിങ്ങൾക്ക് ലഭിക്കണോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർകുബു മുഹമ്മദാ ഫീ അഹ്ലി ബൈതിഹി, അഹ്ലു ബൈത്തിനെ ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികയിലെത്താൻ കഴിയില്ല, അവിടുത്തെ ശഫാഅത്തിലെത്താൻ കഴിയില്ല, അവിടുത്തെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. ബിശ്റുൽ ഹാഫി തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടപ്പോ പറഞ്ഞില്ലേ, ബിശ്റേ, നിങ്ങൾക്ക് ഈ വലിയ പദവി കിട്ടിയത് എന്തേ അറിയാമോ? നിങ്ങൾ അഹ്ലു ബൈത്തിനെ ആദരിച്ചത് കൊണ്ടാ, അവരെ ബഹുമാനിച്ചത് കൊണ്ടാ.
അല്ലാഹു നമുക്കും വേണ്ട രീതിയിൽ ആദരിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നസീഹത്തിനും അതുപോലെ നമ്മുടെ ദുആക്കുമൊക്കെ നേതൃത്വം നൽകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഈ സംവിധാനങ്ങൾ ലൈറ്റിംഗ്സും സൗണ്ട്സും വളരെ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് മിഞ്ഞാന്ന് ഒരു പ്രസംഗം കന്നഡ പ്രസംഗമായതുകൊണ്ട് സൗണ്ട് കംപ്ലീറ്റ് പോയിരുന്നു. അൽഹംദുലില്ലാഹ് ഇനി ഇത്ര പ്രസംഗിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഏതായാലും ഈ സൗണ്ടിന്റെ മികവ് കൊണ്ടാണ് വളരെ നന്നായ നല്ല സൗണ്ട്. അല്ലാഹു തആല നമ്മുടെ സംഘം മുഹമ്മദ് അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് ഉയർന്ന വേദികളിൽ അല്ലാഹു അവസരം നൽകുമാറാവട്ടെ. ഇനിയും നല്ല ശബ്ദ സംവിധാനങ്ങൾ പരിശുദ്ധ ദീനിന്റെ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ചെയ്തു കൊടുക്കാനുള്ള ആഫിയത്ത് ഹിമ്മത്ത് ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.